ഹായ്, SSC മലയാളിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററാണ്. സോ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കിടക്കാം. സോ ഇലക്ട്രിസിറ്റി, നിങ്ങൾക്ക് അറിയാമല്ലേ, ഇലക്ട്രിസിറ്റി എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന പേരാരുടെ മൈക്കിൾ ഫാരഡേ ആണ്. മൈക്കിൾ ഫാരഡേ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഹീസ് ദി ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്ന ആരാണ്? മൈക്കിൾ ഫാരഡേ ആണ്. അതുപോലെ തന്നെ ലോ ഓഫ് ഇലക്ട്രോളിസിസ്, കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കും ഇലക്ട്രോളിസിസ് എന്താണ്. ആ ഇലക്ട്രോളിസിസിൻ്റെ ലോയും ഫോർമുലേറ്റ് ചെയ്തെന്ന ആരാണ്? മൈക്കിൾ ഫാരഡേ ആണ് ഫോർമുലേറ്റ് ചെയ്തത്. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ് ദി കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആരാണ്? മൈക്കിൾ ഫാരഡേ ആണ്. ദെൻ ഡൈനാമോ ഇൻവെൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഡൈനാമോയ്ക്ക് പകരം നമുക്ക് വേറൊരു പേര് പറയാം, ജനറേറ്റർ അല്ലേ, ജനറേറ്റർ. ഡൈനാമോയുടെ വേറൊരു പേരാണ് ജനറേറ്റർ. ഈ ജനറേറ്ററിനെ ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്? മൈക്കിൾ ഫാരഡേ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതായത് ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും കണ്ടെത്തിയത് ആരാടെ? നമ്മുടെ മൈക്കിൾ ഫാരഡേ ആണ്. അത് നിങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്, അതിൻ്റെ പ്രത്യേകത, ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. സോ ഇതാണ് മൈക്കിൾ ഫാരഡേയുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഈ ജസ്റ്റ് ഇലക്ട്രിസിറ്റി പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ ഇൻവെൻഷനും മറ്റു കാര്യങ്ങളും ഇലക്ട്രോളിസിസ് ലോ ഫോർമുലേറ്റ് ചെയ്തത്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള കൺസെപ്റ്റ്, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇതെല്ലാം കണ്ടുപിടിച്ച ആരാണ്? മൈക്കിൾ ഫാരഡേ ആണ്. സോ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ മക്കളെ. ഇനി ഇലക്ട്രിസിറ്റി എന്നുള്ള ഒരു ഭാഗത്തിന് നമ്മൾ രണ്ടായിട്ട് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രിസിറ്റി രണ്ട് തരത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ ഇലക്ട്രിസിറ്റിയാണ് എന്ത്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. രണ്ടാമത്തെയാണ് എന്ത്? കറണ്ട് ഇലക്ട്രിസിറ്റി കേട്ടോ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, രണ്ടാമതെന്തുണ്ട്? കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ് രണ്ട് സ്റ്റേറ്റ് ഉണ്ട്. ഇതിൽ ഇനി നമ്മൾ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ സ്റ്റഡീസിനെ നമ്മൾ സ്റ്റാറ്റിക്സ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയും കേട്ടോ. അപ്പം ഇനി നമുക്ക് ഈ പറയണക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എല്ലാം നമുക്ക് ഒരുപാടുള്ളത്. നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റിയെ പറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. പക്ഷേ എങ്കിലും ജസ്റ്റ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നമ്മൾ പൊതുവേ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജസ് എന്നാണ് നമ്മൾ പറയാറ്. ഓർത്തോണം, ചാർജസ് എല്ലായ്പ്പോഴും ഫ്ലോ ചെയ്യണമെന്നില്ല. ചില സമയത്ത് ചാർജസ് എന്താവും? സ്റ്റേഷനറി ആയിട്ടിരിക്കും അല്ലേ. അങ്ങനെ സ്റ്റേഷനറി ആയിട്ടുള്ള ചാർജസിനെ പറ്റി ആ വേർഡിൽ തന്നെ ഉള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിക്കകത്ത് നമ്മളൊരു എന്താ പറയുക, ഒരു കണ്ടക്ടറിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ചാർജ് ചെയ്യാം എന്നുള്ള ഒരു മെത്തേഡുണ്ട്. ഇതിങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിൻ്റെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് വേണ്ട, എന്നാലും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. രണ്ട് തരത്തിലാണ് നമുക്ക് ചാർജിങ്, ഒരു ബോഡിയെ ചാർജ് ചെയ്യാൻ നമുക്ക് രണ്ട് തരത്തിലാണുള്ളത്. ആൻഡ് ഒന്നാമത്തെയാണ് ബൈ കോണ്ടാക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയും. ചാർജിങ് ബൈ കണ്ടക്ഷൻ, അതായത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതിന് ഉദാഹരണം ചാർജിങ് ബൈ കണ്ടക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എബോണൈറ്റ് റോഡ് എന്ന് പറയും കേട്ടോ. എബോണൈറ്റ് റോഡ്. ഈ എബോണൈറ്റ് റോഡിനകത്ത് എന്തുണ്ട്? നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ളൊരു എബോണൈറ്റ് റോഡ് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും? ന്യൂട്രൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു മെറ്റാലിക് സ്ഫിയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോഡിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? അതായത് ഈ നെഗറ്റീവ് ചാർജുള്ള ഇതിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതെന്താണ്? ന്യൂട്രലാണ് കേട്ടോ. ഇത് ന്യൂട്രലാണ്. ഈ ന്യൂട്രൽ ആയതുകൊണ്ട് തന്നെ ഇതിലെ ചാർജ് എങ്ങോട്ട് പോകും? ഈ ഒരു മെറ്റൽ ബോളിലോട്ട് ഈ രീതിയിൽ പോകും കണ്ടോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത് കണ്ടോ. ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് എന്ത്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇതേ എബോണൈറ്റ് റോഡ് തന്നെ നമ്മൾ ഇതിനെ ടച്ച് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും? ഈ ഒരു രീതിയിൽ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കണ്ടോ. ഇതിൻ്റെ അടുത്ത് വന്നുണ്ട് കണ്ടോ. ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്ത് ചെയ്യും? ലൈക്ക് ചാർജസ് എപ്പോഴും ഒരേപോലുള്ള ചാർജസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ആൻഡ് അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യും മക്കളെ? അട്രാക്ട് ചെയ്യും. അപ്പോൾ ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, ആൻഡ് അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് ഒരു ചാർജറിനെ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവനെ ചാർജ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് സെയിം ടൈപ്പ് ഓഫ് ചാർജാണ് വേണ്ടുന്നതെങ്കിൽ, ഒരു ന്യൂട്രൽ ബോഡിയിലോട്ട് സെയിം ടൈപ്പ് ഓഫ് ചാർജാണ് വേണ്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും? ചാർജിങ് ബൈ കണ്ടക്ഷൻ ഡയറക്റ്റ് കൊണ്ടുവന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഇവിടെ ഇലക്ട്രോൺസ് കുറവാണ്. ഇലക്ട്രോൺസ് കൂടിയിടത്തുനിന്ന് ഇലക്ട്രോൺസ് കുറഞ്ഞിടത്തോട്ട് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ
അപ്പോൾ ബേസിക്കലി ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ചാർജ് എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ഇലക്ട്രോൺസ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിന് ന്യൂട്രലാവും, ഇലക്ട്രോൺസ് കുറവാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ചാർജ് എന്നൊക്കെ നമ്മൾ അറിയപ്പെടും കേട്ടോ. നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. ഇനി ചാർജ് ബൈ ഇൻഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ചാർജ് ബൈ ഇൻഡക്ഷൻ എന്താ? ചാർജ് ബൈ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഡയറക്റ്റ് എന്ത് ചെയ്യില്ല, കോണ്ടാക്ട് ചെയ്യില്ല കേട്ടോ. ഡയറക്റ്റ് ഇതിനെ കോണ്ടാക്ട് ചെയ്യില്ല, പകരം ഇതിൻ്റെ അടുത്ത് കൊണ്ടുവെക്കും. ഇതിന് അടുത്ത് കൊണ്ടുവെക്കുമ്പോഴത്തേക്ക് ഈ ന്യൂട്രൽ ബോഡിക്കകത്ത് എന്ത് ചെയ്യും, അതിനകത്തുള്ള പോസിറ്റീവ് ചാർജസ് എല്ലാം കൂടി വന്ന് എന്ത് ചെയ്യും, ഈ നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തോട്ട് വന്ന് അട്രാക്ട് ചെയ്തേക്കും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യും, അവിടുന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടെർമിനലിലോട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കോണിലോട്ട് എന്ത് ചെയ്യും, അത് മാറി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങ് എർത്ത് ചെയ്ത് കളയും, ബൈ എർത്തിങ്. അങ്ങനെ എർത്ത് ചെയ്ത് കളയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതാ ഈ പറഞ്ഞ കണക്ക് നെഗറ്റീവ് ചാർജസ് എല്ലാം കൂടി എന്ത് ചെയ്യും, ഗ്രൗണ്ടഡ് ആയിട്ട് പോകും. ബാക്കി ഈ കണ്ടക്ടർ എന്തായിട്ട് മാറും, കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടറായിട്ട് മാറും കണ്ടോ. അപ്പോൾ ഈ റോഡിൻ്റെ പേര് മറക്കരുത്, ഇതിൻ്റെ പേരാണ് എബോണൈറ്റ് റോഡ് എന്ന് പറയും, എബോണൈറ്റ് റോഡ് കേട്ടോ. ഇത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മളൊരു ബോഡിയെ ചാർജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ബൈ ഫ്രിക്ഷൻ വഴിയും നമ്മൾ എന്ത് ചെയ്യും, ബോഡീസിനെ ചാർജ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മുടിയിൽ നമ്മളൊരു പേന കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്കെയിലിലോ അങ്ങനെ നല്ല രീതിയിൽ റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ സ്കെയിലിൻ്റെ സർഫസിൽ ചാർജസ് ഒന്ന് അക്യുമുലേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ പേപ്പറിൻ്റെയൊക്കെ ചെറിയ കഷ്ണത്തിനെ അതിൻ്റെ അടുത്തോട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വന്ന് അട്രാക്ട് ചെയ്യും. നമ്മൾ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഈ പറഞ്ഞ നമുക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എങ്കിലും ആ രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി ചാർജ് ബൈ കണ്ടക്ഷനും ചാർജ് ബൈ ഇൻഡക്ഷനും. അപ്പോൾ കണ്ടക്ഷൻ വഴിയാണെന്നുണ്ടെങ്കിൽ സെയിം ചാർജ് ആയിരിക്കും വരുന്നത്. ഇൻഡക്ഷൻ വഴിയാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും എന്ത് ചെയ്യാം, അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. സോ ആ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കൂളോംസ് ലോ എന്ന് പറയുന്നൊരു ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ലോയാണ് എന്ത്, കൂളോംസ് ലോ എന്ന് പറഞ്ഞാൽ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലോയാണ് കേട്ടോ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലോയാണ് ഏത്, കൂളോംസ് ലോ എന്നുള്ള ലോ. അപ്പോൾ കൂളോംസ് ലോ പറയുന്നത്, അക്കോർഡിംഗ് ടു കൂളോംസ് ലോ, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ദ ടു ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദിയർ ചാർജസ് അല്ലേ. അതായത് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദിയർ ചാർജസ്. അതായത് മക്കളെ, ഇവിടെ Q1 എന്നും ഇവിടെ Q2 എന്നും രണ്ട് ചാർജസ് ഉണ്ട്. ആൻഡ് അവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് R ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി, ഈ ചാർജസിൻ്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ. കണ്ടോ, ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. ഇതുപോലെ ഏതെങ്കിലും ലോ ഇടറുണ്ടോ? നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഗ്രാവിറ്റേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ M1Q എന്താ പറയുക, Gm1/r² എന്നുള്ള, അല്ലെങ്കിൽ Gm1m2/r² എന്നുള്ള ഇക്വേഷൻ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അതേപോലുള്ള സിമിലർ ആയിട്ടൊരു ഇക്വേഷൻ തന്നെയാണ് ഇത്. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ചാർജസ് എന്ന് പറയുന്നത് Q1 Q2/r² ആണ്. ഇതും എന്ത് ഫോളോ ചെയ്യുന്നുണ്ട് മക്കളെ, ഞാൻ അന്ന് പറഞ്ഞ ഇൻവേഴ്സ് സ്ക്വയർ റൂൾ ഒബേ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്, ഈ കൂളോംസ് ലോ എന്ന് പറയുന്നത്, ഇൻവേഴ്സ് സ്ക്വയർ ലോ. അപ്പോൾ നമ്മൾ രണ്ട് ഇൻവേഴ്സ് സ്ക്വയർ ലോ പഠിച്ചു, ഒന്ന് ഗ്രാവിറ്റേഷനും ഒന്ന് ഏതാണ്, കൂളോംസ് ലോ. അപ്പോൾ ഇങ്ങനെ രണ്ട് ലോയിലാണ് എന്ത്, ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്ന രണ്ട് ലോസ് ആണ് ഈ പറഞ്ഞ രണ്ടെണ്ണം. ഓക്കെ. അപ്പോൾ ഇനി ഈ പറഞ്ഞ കണക്ക് ഇതിൻ്റെ എന്താ മക്കളെ, ഇതിൻ്റെ എന്താ പറയുക, ഈ ഒരു കോൺസ്റ്റൻറ്റ് മീൻസ് ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റൻറ്റിനെ എന്ത് ചെയ്യും, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും കേട്ടോ. ആ കോൺസ്റ്റൻറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, F=K പകരം ഈ കോൺസ്റ്റൻറ്റിനെ പറയുന്ന പേര് 1/4πε0 Q1 Q2/r². ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടെങ്കിലും ഇതും ശരി തന്നെയാണ് കേട്ടോ. കോൺസ്റ്റൻറ്റിനെ നമ്മൾ പൊതുവേ ടെക്സ്റ്റ് ബുക്കിൽ K എന്ന് മാത്രം റെഫർ ചെയ്ത് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഓർത്തോണം, 1/4πε0 ആണ് അതിൻ്റെ വാല്യൂ കേട്ടോ. ഇപ്പോൾ ഈ ε0 എന്ന് പറഞ്ഞാൽ ഓർത്തോണം, ഇതിനെ നമ്മൾ പറയുന്ന പേര് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ് കേട്ടോ. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ്. അല്ല, ഇതുകൊണ്ടുള്ള പ്രോബ്ലംസ് ഒന്നും നമുക്ക് ചോദിക്കത്തില്ല. ബട്ട് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്നുകിൽ F=K Q1 Q2/r² എന്ന് ചോദിക്കും, അല്ലെങ്കിൽ F=1/4πε0 Q1 Q2/r². ആൻഡ് ε0യുടെ പേരാണ് എന്ത്, പെർമിറ്റിവിറ്റി ഓഫ്
ഫ്രീ സ്പേസ് അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു വാല്യൂ ആണ് ഈ പറഞ്ഞ കണക്ക് എപ്സിലോൺ സീറോയ്ക്കുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കൂളോംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പറയുന്ന കണക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും, അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത നമുക്കുള്ളത് നമ്മുടെ മെയിൻ ടോപ്പിക്കാണ് എന്ത്, കറണ്ട് ഇലക്ട്രിസിറ്റി കേട്ടോ. ഇനി കറണ്ട് ഇലക്ട്രിസിറ്റി ഇവിടെ തൊട്ടാണ് നമ്മുടെ ഏറ്റവും മെയിൻ ടോപ്പിക്ക് വരുന്നത് കേട്ടോ, കറണ്ട് ഇലക്ട്രിസിറ്റി. ഇപ്പൊ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഈസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർത്തോണം, ആകെ ഫ്ലോ ചെയ്യാൻ പറ്റുന്നത് ആർക്ക് മാത്രമാണ്? ഇലക്ട്രോൺസിനാണ് കേട്ടോ. ആകെ ഫ്ലോ ചെയ്യാൻ പറ്റുന്നത് ആർക്ക് മാത്രമാണ്? ഇലക്ട്രോൺസിനാണ്. അതായത് എല്ലാ ഒബ്ജക്ട്സിനും അല്ലെങ്കിൽ എല്ലാ മെറ്റീരിയൽസിനും ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും കേട്ടോ. എന്നെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കും. എന്നെ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ് അല്ലെങ്കിൽ നോൺ കണ്ടക്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന മറ്റൊരു ടൈപ്പ് ഉണ്ട്, അവനെ പറയുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ബാക്കി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അതായത് എല്ലാ മെറ്റീരിയലിനും എന്താവാൻ പറ്റില്ലടെ, കണ്ടക്ടേഴ്സ് ആവാൻ പറ്റില്ല. കണ്ടക്ടേഴ്സ് ആവണമെങ്കിൽ അവിടെ എന്ത് വേണം? അവിടെ ഫ്രീ ഇലക്ട്രോൺസ് വേണം കേട്ടോ. ഫ്രീ ഇലക്ട്രോൺസ് വേണം. നമ്മൾ ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടേഴ്സ് ആയിട്ട് നമ്മൾ പറയപ്പെടുന്നത് ഏതിനെയാണ്? സിൽവർ ആണ് കേട്ടോ. സിൽവർ ആണ് ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഏതാണ്? എന്ത്? സിൽവർ ആണ്. ക്ലിയർ? പിന്നീട് നമ്മൾ പക്ഷേ ഈ സിൽവർ ഒരിക്കലും നമ്മുടെ ഈ പറഞ്ഞ വയറിംഗ് പർപ്പസിനൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നല്ല കണ്ടക്ടർ ആണെങ്കിൽ പോലും സിൽവർ നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ടിലോട്ട് നമുക്ക് സിൽവറിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സിൽവറിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് വീട് മൊത്തം നമുക്ക് സിൽവർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വയറിങ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സിൽവർ ആണ് ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ സാധാരണ ഇതിൽ നമ്മൾ അലൂമിനിയം കോപ്പറൊക്കെയാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? അലൂമിനിയം കോപ്പറൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മളെ ഹൗസ് ഹോൾഡിലും അല്ലെങ്കിൽ അല്ലാതെയൊക്കെ നമ്മൾ കണ്ടക്ടേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കണക്ക് അലൂമിനിയവും കോപ്പറുമാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം സിൽവർ കൊണ്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിൽവറിൻ്റെ വയറിങ് എല്ലാം കൂടുതൽ മോഷണം വരാനും പിന്നീട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കോസ്റ്റും ഒക്കെ വളരെ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാത്തത്, സിൽവർ നമ്മൾ യൂസ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ഇതിൻ്റെ കൂടെ പോയിന്റ്സ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇലക്ട്രിക് ചാർജസ് വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ഓൺ സബ്സ്റ്റൻസ് കാൾ ആംബർ. ആംബർ എന്നുള്ള രീതിയിലുള്ള ഒരു സബ്സ്റ്റൻസിലാണ് ആദ്യമായിട്ട് ഇലക്ട്രിക് ചാർജ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്ത്. പിന്നീട് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ്? ചാർജാണ് കേട്ടോ. ചാർജാണ് ഏറ്റവും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്നത്. ഇനി യൂണിറ്റ് ഓഫ് ചാർജ് ഓർത്തോണം, എന്താണ്? കൂളംബാണ് കേട്ടോ. യൂണിറ്റ് ഓഫ് ചാർജ് കൂളംബാണ്. ആൻഡ് അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ സി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ സി ആണ് കൂളോപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓർത്തോണം, ഒരു ഇലക്ട്രോണിലുള്ള ചാർജ്, ദ ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1.6 × 10⁻⁻19. അതായത് 1.6 × 10⁻⁻19 കൂളംബാണ് എന്തെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ നമ്മൾ ഒരൊറ്റ ഇലക്ട്രോൺ മാത്രം എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ചാർജ് എത്രയാണ്? 1.6 × 10⁻⁻19 കൂളംബാണ്. അപ്പോൾ ഓർത്തോണം മക്കളെ, നമുക്ക് ഒരു കൂളോം ചാർജ് വേണമെങ്കിൽ നമ്മൾ ഏകദേശം എത്രയാണ്? 6.25 × 10⁻18 ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? ഫ്ലോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഒരു കൂളം ചാർജ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓർത്തോണം, 6.25 × 10⁻18 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഒരു കൂളം ചാർജ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓർത്തോണം, വാട്ട് ഈസ് 1 കൂളോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ചാർജ് ഈക്വലൻ ടു 1 കൂളോം ഈസ് ദി ചാർജ് ഈക്വലൻ ടു 6.25 × 10⁻18 ഇലക്ട്രോൺസ് അല്ലേ. 6.25 × 10⁻18 ഇലക്ട്രോൺസിൻ്റെ ചാർജ് ഈക്വലൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? 1 കൂളോം എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തിരുന്നോണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന വാല്യൂസ്. ഈ വാല്യൂ ഓർത്തിരുന്നോണം കേട്ടോ. ഒരു ഈ പറഞ്ഞ കണക്ക് ഒരു കൂളോമിൻ്റെ ചാർജ്
മീൻസ് ഒരു കൂളോമിനകത്ത് മീൻസ് ഒരു കൂളോം എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസിൻ്റെ ചാർജ് ഇക്വലൻ്റ് ആണ്. ആൻഡ് ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ, ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? 1.6 × 10⁻⁻⁹. ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് ഇത് തന്നെയാണ് കേട്ടോ. പ്രോട്ടോണിൻ്റെ ചാർജ് എത്ര തന്നെയാണ്? 1.6 × 10⁻⁻⁹ കൂളോം തന്നെയാണ്. പക്ഷെ നമ്മൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എഴുതുമ്പോഴത്തേക്ക് ഇതിനെ -1.6 × 10⁻⁻⁹ കൂളോം എന്ന് നമ്മൾ എഴുതാറുണ്ട്. പ്രോട്ടോൺസിനെ ആണെങ്കിൽ പ്ലസ് എന്ന് എഴുതാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ചാർജ് എത്രയാണെന്ന് വെച്ചാൽ മൈനസ് എന്നൊരു വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈനസ് ചൂസ് ചെയ്യാവൂ, പ്ലസ് ചൂസ് ചെയ്യരുത്, മൈനസ് ചൂസ് ചെയ്യാവൂ. അല്ലാതെ ഈ 1.6 × 10⁻⁻⁹ കൂളോം എന്ന് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അത് എഴുതാവും. കാര്യം പൊതുവേ മീൻസ് ഇലക്ട്രോൺസിന് നമ്മൾ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജുമാണ് നമ്മൾ അസ്യൂം ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രോൺസ് എടുത്ത് കീറി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മൈനസും പ്ലസും ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഒരു സ്റ്റഡീസിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇലക്ട്രോൺസ് നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു നെഗറ്റീവും പ്രോട്ടോൺസ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു പോസിറ്റീവ് ഒന്നും കാണത്തില്ല കേട്ടോ. അത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു കൺവെൻഷന് വേണ്ടി നമ്മൾ അങ്ങനെ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് എ കൺവെൻഷനാണ്. അല്ലാതെ ഇപ്പോൾ പ്രോട്ടോൺസിനെ നെഗറ്റീവ് ചാർജായിട്ട് എടുത്തുകൂടെ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും എടുക്കാം. പക്ഷേ അങ്ങനെ ഒരു കൺവെൻഷൻ വരുമ്പോൾ ഈ പറഞ്ഞ കുറേ കൺഫ്യൂഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. സോ അതുകൊണ്ടാണ് നമ്മളതിനെ എന്തായിട്ട് എടുക്കുന്നത്, പോസിറ്റീവായിട്ടും ഇലക്ട്രോൺസിനെ നെഗറ്റീവായിട്ടും എടുക്കാനുള്ള കാരണം അതാണ് കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുന്നത്? ഓർത്തോണം മക്കളെ, കറണ്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ഓർത്തോണം. കറണ്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ I എന്നുള്ള ലെറ്ററാണ് കേട്ടോ. I എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. I എന്ന ലെറ്റർ ഓർത്തോണം. ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. അതായത് കറണ്ടിനെ നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട്. കറണ്ട് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. കറണ്ട് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കറണ്ട് എന്ന് വിളിക്കുന്നത്. അതായത് Q ആണ് അതിൽ ഒരു കണ്ടക്ടറിനകത്തുകൂടി ഒഴുകുന്ന ചാർജ് എങ്കിൽ, if Q is the charge flowing through that conductor and T is the time taken for the flow of charge ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കറണ്ട് I is equal to എന്തെന്ന് പറയാം? Q/T എന്ന് നമുക്ക് പറയാം. I is equal to Q/T. Q is the charge and T is the time. ഓർത്തോണം, കറണ്ടിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ആംപിയർ ആണ്. കറണ്ടിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഏതാണ്? ആംപിയർ ആണ് കറണ്ടിൻ്റെ SI യൂണിറ്റ്. ദാറ്റ് ഈസ് കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം. കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം ആണ്. I ഈസ് ഈക്വൽ ടു Q/T. കറണ്ടിൻ്റെ SI യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. മക്കളെ ഓർത്തണം, 1 ആംപിയർ എന്ന് പറഞ്ഞാൽ 1 കൂളോം പെർ സെക്കൻഡ് ആണ്. അല്ലെങ്കിൽ 1 ആംപിയർ ഈസ് ഈക്വൽ ടു കൂളോം (10⁻⁻⁻1). സോ ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. 1 ആംപിയർ എന്ന് പറഞ്ഞാൽ ഒരു കൂളോം ചാർജ് ഒരു കണ്ടക്ടറിലൂടെ 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കറണ്ടിനെയാണ് നമ്മൾ 1 ആംപിയർ എന്ന് വിളിക്കുന്നത്. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ 1 ആംപിയർ ഈസ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ എ സർക്യൂട്ട് when 1 കൂളോം ചാർജ് ഫ്ലോസ് ത്രൂ ഇറ്റ് ഇൻ 1 സെക്കൻഡ്. 1 കൂളോം ചാർജ് ഒറ്റ സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ 1 ആംപിയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അല്ലെങ്കിൽ 1 ആംപിയർ ഈസ് ഈക്വൽ ടു 1 കൂളോം (10⁻⁻⁻1) അല്ലെങ്കിൽ കൂളോം പെർ സെക്കൻഡ്. അതിനെയാണ് നമ്മൾ എന്താ ആംപിയർ എന്ന് നമ്മൾ വിളിക്കുക. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് അടുത്തെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതായത് ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മളൊരു സർക്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കും. എനിക്കിവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിനെ നമ്മൾ സ്വിച്ച് എന്ന് വിളിക്കുന്നത്. സ്വിച്ചിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ആൻഡ് ഇവിടെ ഒരു ബൾബുണ്ട്. ആൻഡ് ഇതിനെയൊക്കെ ഞാൻ കണക്ട് ചെയ്ത് എന്തുണ്ട്? ഒരു ബാറ്ററി ഉണ്ട്. ബാറ്ററിയുടെ കണക്ഷൻ. അപ്പോൾ ഓർത്തോണം, ഒരെണ്ണം സിംഗിൾ മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവന് നമുക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? സെൽ എന്ന് വിളിക്കേണ്ട. സിംഗിൾ മാത്രം ഉള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സെൽ എന്നും, ഗ്രൂപ്പ് ഓഫ് സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താ? ബാറ്ററിയാണ്. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് അനലോജിയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. റീസണിങ്ങിനകത്തൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഗ്രൂപ്പ് ഓഫ് സെൽ ഈസ് നോൺ ആസ് എ ബാറ്ററി. ഗ്രൂപ്പ് ഓഫ് സെല്ലിനെ നമ്മൾ ബാറ്ററി എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഉള്ളതെന്നുണ്ടെങ്കിൽ സെല്ലും, ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലിനെ നമ്മൾ ബാറ്ററി എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ദെൻ ഇനി എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? മക്കളെ ഓർത്തോണം, ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു വയർ ഞാൻ കണക്ട് ചെയ്തു. ആ വയറിനകത്ത് ഒരു ബൾബുണ്ട്.
ആ ബൾബിനെ വയറിനെ മാത്രം ഇങ്ങനെ ഒരു സ്വിച്ച് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ബൾബ് ഗ്ലോ ചെയ്യും? ഇല്ല, ഇതൊരിക്കലും എന്ത് ചെയ്തില്ല, കത്തില്ല. ഇങ്ങനെ ഇത് കത്തണമെങ്കിൽ ഞാൻ പറഞ്ഞു വർക്ക് പവർ എനർജി എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? വർക്ക് എനർജി പവർ എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഏതൊരു ബോഡിയും നീങ്ങണമെങ്കിൽ, ഏതൊരു ബോഡിയും മൂവ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് പെർഫോം ചെയ്യണം? ഒരു വർക്ക് നമ്മളവിടെ പെർഫോം ചെയ്യണം. അതുകൊണ്ട് വർക്ക് പെർഫോം ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഏതൊരു ബോഡി ആണെങ്കിലും മൂവ് ചെയ്യത്തുള്ളൂ. അങ്ങനെ വർക്ക് പെർഫോം ചെയ്യാതെ ഒരിക്കലും ഇതിനകത്തുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യില്ല, ഇങ്ങോട്ട് ഫ്ലോ ചെയ്യില്ല. അങ്ങനെ ഒരു സർക്യൂട്ടിൽ കൊടുക്കുന്ന നമ്മൾ വർക്ക് ഡണ്ണ്, അല്ലെങ്കിൽ ആ സർക്യൂട്ടിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ആ ഒരു വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. അതായത് ഒരു യൂണിറ്റ് ചാർജിനെ എന്ത് ചെയ്യും? ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് എന്ത് ചെയ്യാൻ, മൂവ് ചെയ്യിക്കാൻ ചെയ്യുന്ന വർക്കിനെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിനെ നമ്മൾ നമ്മുടെ AC കറണ്ട് വരുമ്പോൾ നമ്മളിതിനെ വോൾട്ടേജ് എന്നും നമ്മളിതിനെ പറഞ്ഞ് റെഫർ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് രണ്ട് കാര്യങ്ങളാണെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ നമ്മൾ വോൾട്ടേജ് എന്നും നമ്മൾ പറയാറുണ്ട് കേട്ടോ. രണ്ടും മാഗ്നിറ്റ്യൂഡ് വൈസ് അല്ലെങ്കിൽ ഡയമെൻഷണൽ വൈസ് രണ്ടും എന്താണ്, സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓർത്തോണം, വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് എ സെൽ ഓർ എ ബാറ്ററി ഇൻ എ സർക്യൂട്ട്? ഒരു സെല്ലിൻ്റെ, ഒരു ബാറ്ററിയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് ദി നെസസറി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഒരു സെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു ബാറ്ററിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരു സെല്ലിൻ്റെ, ഒരു ബാറ്ററിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സെൽ അല്ലെങ്കിൽ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ സർക്യൂട്ട് ഞാൻ ഒന്നുകൂടി എടുക്കുകയാണ് മക്കളെ. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ബൾബ് കൊടുത്തു കണ്ടോ. ഈ ബൾബ് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഈ ബാറ്ററി കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. അപ്പോൾ ഓർത്തോണം, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എപ്പോഴും ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും. ഓർത്തോണം, ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം ഇലക്ട്രോൺസ് ഉള്ള, പോസിറ്റീവ് ടെർമിനൽസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. അപ്പോൾ എപ്പോഴും ഈ പോസിറ്റീവ് ടെർമിനൽ എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും കണ്ടോ. ഓർത്തോണം, ഫ്ലോ ഓഫ് ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ ഫ്രം നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ ആയിരിക്കും. ബട്ട് ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ, കറണ്ടിൻ്റെ ഫ്ലോ ഏത് ഡയറക്ഷനിലായിരിക്കും? കറണ്ടിൻ്റെ ഫ്ലോ ഓഫ് കറണ്ട് ആണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. ഇത് മാറിപ്പോയാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഏതാണ്? ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ബട്ട് ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇതിലെ കൂടി ആയിരിക്കും, അത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. കാര്യം നമ്മൾ ഫ്ലോ ഓഫ് കറണ്ടിനെ നമ്മൾ ഒരിക്കലും സർക്യൂട്ടിൽ സാധാരണ ഇതിൽ വരച്ച് കാണിക്കത്തുള്ളൂ. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ നമ്മൾ വരച്ച് കാണിക്കാറില്ല കേട്ടോ സാധാരണ. ഇതായിപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സർക്യൂട്ട് എങ്കിൽ കറണ്ടിനെ ആയിരിക്കും നമ്മൾ ഈ വയറിൽ കൂടി വരച്ച് കാണിക്കുന്നത് കണ്ടോ. ഇതായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടോ. ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ആൻഡ് ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. നമ്മൾ സാധാരണ ഇലക്ട്രോൺസിനെ കാണിക്കുന്നത് ഇങ്ങനെയാണ് കണ്ടോ. ഇലക്ട്രോൺസ് ഈ രീതിയിലാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാറ്. ഇങ്ങോട്ടല്ല, മാറിപ്പോയി. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ നമ്മൾ സർക്യൂട്ടിനകത്ത് ജസ്റ്റ് ഇങ്ങനെ വരച്ചായിരിക്കും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇലക്ട്രോൺസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്, ബട്ട് കറണ്ട് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. നമ്മൾ ഇക്വേഷൻ V is equal to എന്താണ്? W/Q. V is equal to എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to W/Q ആണ് കേട്ടോ. V is equal to തെളിച്ചില്ലേ ഇവിടെ നോക്കിയോ. V is equal to W/Q കണ്ടോ. V is equal to W/Q. ക്ലിയർ? V is equal to W/Q. വർക്ക് ഡൺ ബൈ ചാർജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? V എന്ന് വിളിക്കുന്നത്. ഇനി ഓർത്തോണം, വിയുടെ SI യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ട് ആണ് കേട്ടോ. വോൾട്ട്, ക്യാപിറ്റൽ ലെറ്റർ V. വോൾട്ട്, ക്യാപിറ്റൽ ലെറ്റർ V ആണ് വോൾട്ട്. ഇനി ഓർത്തോണം, ഇനി ഒരു കാര്യം കൂടി പറയാം. ഇനി നമ്മളിപ്പോൾ കറണ്ടിൻ്റെ കാര്യം വോൾട്ടേജിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഇവരെ എന്താ ചെയ്യുക, ഇവരെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഓർത്തോണം. കറണ്ടിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ കറണ്ട് ഏത് ഡയറക്ഷനിലാണ് എന്നറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ്
ഗാൽവനോമീറ്റർ എന്ന് പറയും കേട്ടോ. ഗാൽവനോമീറ്റർ. ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് കറണ്ട്. പ്രസൻസ് ഓഫ് കറണ്ട് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഒരു ഡയറക്ഷനും നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണ് ഏത് ഡയറക്ഷനാണ് കറണ്ട് പോകുന്നത് എന്നറിയാൻ പറ്റുന്ന ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മക്കളെ? ഗാൽവനോമീറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് കറണ്ട്. ഇവിടെ കറണ്ട് ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ കറണ്ട് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് മാത്രമേ ഇവിടെ അറിയാൻ പറ്റത്തുള്ളൂ. എന്ത് മാത്രം കറണ്ട് പോയി എന്ന് നമുക്ക് ഇവിടെ അറിയാൻ പറ്റത്തില്ല. അങ്ങനെ അറിയണമെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമ്മീറ്റർ എന്നൊരു ഡിവൈസ് കേട്ടോ. അമ്മീറ്റർ എന്നുള്ള ഡിവൈസ്. സോ അമ്മീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഓർത്തോണം, ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കറണ്ട്. കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് അളക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? അമ്മീറ്റർ എന്ന് വിളിക്കുന്നത്. ദെൻ അടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഡിവൈസിനെ നമ്മൾ പറയുന്ന പേരാണ് വോൾട്ട് മീറ്റർ എന്ന് വിളിക്കുന്നത്. വോൾട്ട് മീറ്റർ. അമ്മീറ്ററിന് നമ്മൾ ഇങ്ങനെ എ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്താണ് കാണിക്കുന്നത്. വോൾട്ട് മീറ്റർ നമ്മൾ വി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്താണ് കാണിക്കുന്നത്. സോ വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ യൂസ് ടു ഡിറ്റർമൈൻ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് സർക്യൂട്ട്. ഒരു സർക്യൂട്ടിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വോൾട്ട് മീറ്റർ. അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നൊക്കെ സീരീസ് ആയിട്ടാണോ പാരലായിട്ടാണോ നമ്മൾ ആ കണക്ഷൻ വരുമ്പോഴത്തേക്ക് അവിടെ പറഞ്ഞു തരാം കേട്ടോ. ഓർത്തോണം, അമ്മീറ്റർ ഈസ് യൂസ് ടു ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. വോൾട്ട് മീറ്റർ ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ വോൾട്ട് മീറ്റർ. അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസ് ഉണ്ട്, അതിനെ പറയുന്ന പേര് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയും കേട്ടോ. പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ പൊട്ടൻഷ്യോമീറ്റർ നിങ്ങൾ +2 സയൻസ് ഒക്കെ എടുത്തവരാണെങ്കിൽ ഇത് വെച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ബട്ട് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? വോൾട്ട് മീറ്റർ. ഇനി ഇപ്പം ലേറ്റസ്റ്റ് നമ്മളിപ്പം ഇലക്ട്രീഷ്യൻസ് ഒന്നും ഈ പറയുകയാണെങ്കിൽ വോൾട്ട് മീറ്റർ അമ്മീറ്റർ ഒന്നും നമ്മളിപ്പോൾ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മൾട്ടിമീറ്റർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ പറയുകയാണെങ്കിൽ വോൾട്ടേജും കറണ്ടും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മൾട്ടിമീറ്റർ വഴി മെഷർ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരു കീ ഉണ്ട്. മീൻസ് ആ സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ കറണ്ട് അളക്കണമെങ്കിൽ ആ കറണ്ടിൻ്റെ ഇതിലോട്ട് വെച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്യാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അളക്കണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയൊക്കെയുള്ള ഡിവൈസസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ വോൾട്ട് മീറ്റർ ഒന്നും ഇപ്പം മീൻസ് വോൾട്ട് മീറ്ററും ഗാൽവനോമീറ്ററും അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്മീറ്ററും ഒന്നും ഇപ്പം നമ്മൾ വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ അതിനും പുതിയ പുതിയ ടെക്നോളജീസ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ കറണ്ടിനെ മാത്രം അളക്കണമെങ്കിലോ അല്ലെങ്കിൽ എക്സ്പെരിമെൻസിനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അമ്മീറ്ററൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും എന്താ പറയുക നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അമ്മീറ്ററും വോൾട്ട് മീറ്ററും ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ 2 നോബുള്ള ഒരു സംഭവം, ആ ഡിവൈസ് തന്നെയാണ് ആക്ച്വലി മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി മക്കളെ അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്നുള്ള ടോപ്പിക്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഒരു റോഡിൽ കൂടി നമ്മൾ മൂവ് ചെയ്യാണ്. നമ്മൾ റോഡിൽ കൂടി പോകുമ്പോൾ ആ റോഡിനകത്തുള്ള ഗട്ടർ കാണത്തില്ലേ? ഇപ്പോൾ റോഡിൽ കൂടി ഒരു കാറോ ഒരു ബൈക്കോ പോവുകയാണെങ്കിൽ അതിനകത്തൊരു ഗട്ടർ ഉണ്ടാവും. ഗട്ടറോ കുഴിയോ അല്ലെന്നുണ്ടെങ്കിൽ ബമ്പോ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ കാറിൻ്റെ ആ ഫ്ലോയെ എന്ത് ചെയ്യും? അതൊന്ന് റെസിസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു തടസ്സത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്ന് നമ്മൾ വിളിക്കുന്നത്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ബൈ വിച്ച് എ കണ്ടക്ടർ ഒപ്പോസസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ടിനെതിരെയുള്ള ഒരു തടസ്സത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ തടസ്സത്തിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഒപ്പോസിങ് ടെൻഡൻസി, അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഒബ്സ്ട്രക്ഷൻ അഗെയിൻസ്റ്റ് ദി ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്സ്ട്രക്ഷനാണ്, ഒരു തടസ്സത്തിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അവൻ്റെ SI യൂണിറ്റ് ആണ് എന്തെന്ന് പറഞ്ഞത്? ഓം എന്ന് വിളിക്കുന്നത് കേട്ടോ. അതിൻ്റെ SI യൂണിറ്റ് ആണ് ഓം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓമിന് നമ്മൾ ഇങ്ങനെ ഓമെന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാറുണ്ട്. ഇത് രണ്ടും ഓം തന്നെയാണ് കേട്ടോ. ഓം. ഇനി ഒരു റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ? ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ എന്നുള്ള ഫാക്ടറാണ് കേട്ടോ. ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ഇതാണ് ഫസ്റ്റ് ഫാക്ടർ, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. അതായത് ഓർത്തോണം, ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഉദാഹരണം ഇവിടെ നോക്കും മക്കളെ. ഇവിടെ ഒരു ചെറിയ കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം.
ആൻഡ് ഇവിടെ ഒരു വലിയ കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ആണോ, ഒരു ഇലക്ട്രോൺ ഫ്ലോ ചെയ്യണം. എന്താ ഇവിടെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെ വേറെ കുറേ സബ് അറ്റോമിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. കണ്ടോ, അയോൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ആറ്റംസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ മോളിക്യൂൾസ് എല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം തട്ടിത്തടഞ്ഞ് പോകുന്നതുകൊണ്ടാണ് ഇവിടെ എന്തുണ്ടാകുന്നത്, റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. ഇനിതാ ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ നീളമുള്ള കണ്ടക്ടേഴ്സിൽ എന്തുണ്ട്, ഒരുപാട് അയോൺസും ഒരുപാട് സബ് അറ്റോമിക് പാർട്ടിക്കിൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് പോകുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, കുറേ കൊളിഷൻസ് ഉണ്ട്. അതായത് ഇവിടെ ഇങ്ങനെ കുറേ കൊളിഷൻസ് ഉണ്ട്. അപ്പം നീളം കൂടുന്തോറും ഇവിടുത്തുള്ള എന്താണ് നമ്പർ ഓഫ് കൊളിഷൻസ് എന്ത് ചെയ്യും, കൂടുതലായിരിക്കും. സോ ആസ് ദി ലെങ്ത് increases, the number of collision എന്ത് ചെയ്യും, ഇന്റർമോളിക്കുലർ കൊളിഷൻസ് എന്ത് ചെയ്യും, കൂടുതലായിരിക്കും. അത് കാരണമാണ് എന്ത് കണ്ടക്ടറിൻ്റെ ലെങ്ത് കൂടുമ്പോൾ എന്ത് കൂടുന്നെന്ന് പറയുന്നത്, അവിടുത്തെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തടസ്സം കൂടുന്നു എന്ന് പറയുന്നതിന് കാരണം അതാണ്. ഇപ്പോൾ ക്ലിയർ ആയപ്പോൾ ചോദിക്കുക ഇങ്ങനെയൊക്കെ എന്താ പറയുക, ഇതിൻ്റെയൊക്കെ റീസൺസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഓർത്തിരുന്നണം. ഇതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ലെങ്ത് കൂടുന്തോറും അവിടുത്തെ എഫക്റ്റീവ് നമ്പർ ഓഫ് കൊളിഷൻസ് എന്ത് ചെയ്യും, കൂടും. കണ്ടോ, ഇന്റർ അറ്റോമിക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇന്റർ മോളിക്കുലർ പാർട്ടിക്കിൾസുമായിട്ടുള്ള നമ്പർ ഓഫ് കൊളിഷൻസ് കൂടുമ്പോൾ അവിടെ എന്ത് കൂടും, റെസിസ്റ്റൻസ് കൂടും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ സോ അതാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് രണ്ടാമത്തെ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് ഇപ്പോൾ ഇവിടെ ചെറിയ ഏരിയ ഉള്ളൊരു കണ്ടക്ടറാണ്, ഇവിടെ വലിയ ഏരിയ ഉള്ളൊരു കണ്ടക്ടറാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ കുറേ ഇന്റർമോളിക്കുലർ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇപ്പോൾ കുറേ ഇന്റർമോളിക്കുലർ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ഇന്റർമോളിക്കുലർ പാർട്ടിക്കിൾസിൻ്റെ എന്ത് ചെയ്യും, ഇവിടെ കൊളീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെന്ത് ചെയ്യും, ഇത്രയും സ്പേസ് വേറെ ഉണ്ട്. അപ്പോൾ ആ സ്പേസിലൂടെ എല്ലാ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ പോകും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇന്റർമോളിക്കുലർ സ്പേസ് സ്പേസ് കുറവാണ്. സോ സ്പേസ് കുറയുമ്പോഴത്തേക്ക് അവിടുത്തെ എന്ത് കൂടും, ഇന്റർമോളിക്കുലർ കൊളിഷൻ കൂടും. ഇവിടെ സ്പേസ് കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യും, നമ്പർ ഓഫ് കൊളിഷൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. സോ ഓർത്തോണം, റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും മക്കളെ എന്ത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ് ദി ഏരിയ ഇൻക്രീസസ്, ഏരിയ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടുത്തെ നമ്പർ ഓഫ് കൊളിഷൻസ് കുറയും. കാരണം ഇവിടെ ഇന്റർ അറ്റോമിക് സ്പേസ് എന്തായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ ലാറ്റിസ് സ്പേസ് എന്നൊക്കെ അതിനെ പറയാം. ആ ലാറ്റിസ് സ്പേസ് അല്ലെങ്കിൽ ഇന്റർ അറ്റോമിക് സ്പേസ് അല്ലെങ്കിൽ അതിനകത്ത് കണ്ടക്ടറിനകത്തുള്ള സ്പേസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അങ്ങനെ സ്പേസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കൊളിഷൻസ് കുറവായിരിക്കും. കൊളിഷൻസ് കുറവാണെങ്കിൽ അവിടെ തടസ്സം കുറവായിരിക്കും. തടസ്സം കുറവാണെങ്കിൽ അവിടെ എന്തും കുറവായിരിക്കും, റെസിസ്റ്റൻസും കുറവായിരിക്കും. അപ്പോൾ ഓർത്തോണം മക്കളെ, ഈ രണ്ട് ഇക്വേഷൻ കൂടി ചേർത്ത് നമുക്ക് ഒരു ഇക്വേഷൻ നമുക്ക് ഫോർമുലേറ്റ് ചെയ്തെടുക്കാം. അതാണ് R proportional to L/A എന്ന് പറയാം. R proportional to L/A, that is R is equal to rho into L/A എന്ന് നമുക്ക് എഴുതാം. R is equal to rho into L/A എന്ന് എഴുതാം. ആൻഡ് റോയെ വിളിക്കുന്ന പേരാണ് എന്ത്, റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കും കേട്ടോ. റോയെ വിളിക്കുന്ന പേര് റെസിസ്റ്റിവിറ്റി, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേര് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നാണ് കേട്ടോ. അതിനെ വിളിക്കുന്ന പേരെന്താണ്, സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നാണ്. ഇപ്പോൾ റോയെ വിളിക്കുന്ന പേര് റെസിസ്റ്റിവിറ്റി, അല്ലെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ് എന്ത്, റോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ ഓർത്തോണം, 1 മീറ്റർ ലെങ്തും 1 മീറ്റർ സ്ക്വയർ ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ള ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോണം, എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിസ്റ്റൻസ് തന്നെയാണ്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് 1 മീറ്റർ ലെങ്ത് ആൻഡ് 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. 1 മീറ്റർ ലെങ്തും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിന് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, റെസിസ്റ്റിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓർത്തിരുന്നോണം, റെസിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ആ ലെങ്തിനും ഏരിയയ്ക്കും അനുസരിച്ച് മാറുന്നത്. ബട്ട് റെസിസ്റ്റിവിറ്റി ഈസ്, എഴുതി വെച്ചോണം, റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലെങ്ത് ആൻഡ് ഏരിയ. ഓർത്തോ മക്കളെ,
റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലെങ്ത് ആൻഡ് ഏരിയ. ലെങ്തിനും ഏരിയയ്ക്കും ഇൻഡിപെൻഡൻ്റ് ആണ് ആരെന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി. ലെങ്ത് കൂടിയെന്ന് പറഞ്ഞോ ഏരിയ കൂടിയെന്ന് പറഞ്ഞോ റെസിസ്റ്റിവിറ്റിക്ക് യാതൊരു ചേഞ്ചും ഇല്ല. കാരണം റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി 1 മീറ്റർ ലെങ്തും 1 മീറ്റർ സ്ക്വയർ ഏരിയയ്ക്കും ഉള്ള റെസിസ്റ്റൻസിനെ മാത്രമേ നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് റെസിസ്റ്റിവിറ്റി എന്തൊക്കെ വെച്ച് മാറും? റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടറേ ഉള്ളൂ. ഓർത്തോണം, റെസിസ്റ്റിവിറ്റി ഞാൻ റോ എന്നും കൊടുക്കുകയാണ്. റെസിസ്റ്റിവിറ്റി നിങ്ങൾ റോ എന്ന് എടുത്തോ. റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടറുള്ളൂ. ഒന്ന് മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ, ഒന്ന് കണ്ടക്ടറിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗോൾഡിന് ഒരു റെസിസ്റ്റിവിറ്റി ആയിരിക്കും, സിൽവറിന് ഒരു റെസിസ്റ്റിവിറ്റി ആയിരിക്കും, കോപ്പറിന് ഒരു റെസിസ്റ്റിവിറ്റി ആയിരിക്കും. അങ്ങനെ മെറ്റൽസ് മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ആ റെസിസ്റ്റിവിറ്റി മാറിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെയാണ് ടെമ്പറേച്ചർ. രണ്ടാമത്തെ ഫാക്ടറാണത് ടെമ്പറേച്ചർ. അങ്ങനെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ റെസിസ്റ്റിവിറ്റിയും കൂടും. അപ്പോൾ അത് കണക്ക് തന്നെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? റെസിസ്റ്റൻസും കൂടും. അപ്പോൾ ഓർത്തോണം, ആസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് കൂടും, റെസിസ്റ്റിവിറ്റിയും കൂടും. രണ്ടും കൂടും. കാരണം റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ മക്കളെ? റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റെസിസ്റ്റിവിറ്റിയും കൂടും എന്ന് തന്നെയാണ്. അപ്പോൾ ആ കാര്യം കൂടി ഓർത്തിരുന്നോണം. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, എന്നും കൂടും, റെസിസ്റ്റിവിറ്റിയും കൂടും. രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യും? ഇവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ റെസിസ്റ്റൻസിനെ പറ്റി നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തിരുന്നോണം. അപ്പം ഇതിനകത്ത് ഇനി ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ലെങ്ത് കൂടുമ്പോൾ ഓർത്തോണം. ഇവിടെ നമുക്കറിയാം R = ρ × L/A ആണ്. മക്കളിവിടെ ഓർത്തോണം, ലെങ്ത് 2 ടൈംസ് കൂടിയാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഇവിടെ 2 ടൈംസ് കൂടും. കാരണം ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. കണ്ടോ? ലെങ്ത് 2 ടൈംസ് കുറഞ്ഞാൽ റെസിസ്റ്റൻസും എന്ത് ചെയ്യും? 2 ടൈംസ് എന്ത് ചെയ്യും? കുറയും കേട്ടോ. ലെങ്ത് 2 ടൈംസ് കൂടിയാൽ റെസിസ്റ്റൻസും 2 ടൈംസ് കൂടും. ലെങ്ത് 2 ടൈംസ് കുറഞ്ഞാൽ റെസിസ്റ്റൻസും 2 ടൈംസ് കുറയും. ഏരിയയുടെ കാര്യം വരുമ്പോൾ നേരെ തിരിച്ചാണ്. മക്കളെ ഓർത്തോണം, ഏരിയ 2 ടൈംസ് കൂടിയാൽ റെസിസ്റ്റൻസ് 2 ടൈംസ് കുറയുകയായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏരിയ 2 ടൈംസ് കുറഞ്ഞാൽ റെസിസ്റ്റൻസ് 2 ടൈംസ് കൂടുകയായിരിക്കും ചെയ്യുന്നത്. ഓർത്തോണം, അതുകൊണ്ടാണ് ഇതിനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഇതിനെ അതുകൊണ്ടാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാനുള്ള റീസൺ അതാണ്. അപ്പം ഏരിയ കൂടുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറയും, ഏരിയ കുറയുവാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. ലെങ്ത്തിൻ്റെ കാര്യത്തിൽ തന്നെ തിരിച്ച്, ലെങ്ത് കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും, ലെങ്ത് കുറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയും. ഇപ്പോൾ 2 ടൈംസ് ആണെങ്കിൽ 2 ടൈംസ്, 3 ടൈംസ് ആണെങ്കിൽ 3 ടൈംസ്, 4 ആണെങ്കിൽ 4, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ അതും ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കണം കേട്ടോ. സോ പിന്നീട് റെസിസ്റ്റിവിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1 മീറ്റർ ലെങ്തും 1 മീറ്റർ സ്ക്വയർ ഏരിയയും ഉള്ള റെസിസ്റ്റൻസിനാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലെങ്ത് ആൻഡ് ഏരിയ, ആൻഡ് റെസിസ്റ്റിവിറ്റി ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ദി ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ മെറ്റീരിയലിനെ മാത്രമേ എന്ത് ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റെസിസ്റ്റിവിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചോണം. റെസിസ്റ്റിവിറ്റിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ്. അപ്പോൾ കണ്ടക്റ്റൻസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കണ്ടക്റ്റൻസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. കണ്ടക്റ്റൻസ് എന്ന് വിളിക്കുന്നത് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ യൂണിറ്റാണ് Ohm⁻⁻1 അല്ലെങ്കിൽ സീമെൻസ് എന്നൊക്കെ നമ്മൾ പറയും. സീമെൻസ് Ohm⁻⁻1 അല്ലെങ്കിൽ മോ എന്നൊക്കെ പറയാം. MHO മോ, ഓം തിരിച്ചിട്ടാൽ മോ. ഇനി ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റിവിറ്റി ഉണ്ട് കേട്ടോ. ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് എന്തുവാടെ? അങ്ങനെ പറയുന്ന പേര് കണ്ടക്ടിവിറ്റി എന്നാണ് കേട്ടോ. റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരെന്ത്? കണ്ടക്ടിവിറ്റി. ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയാണ് ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് ആണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തണം, ആ ടേം നോക്കിയാൽ മതി. റെസിസ്റ്റൻസ്, കണ്ടക്ടൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി. ആ വിറ്റി എൻസ് അത് ഓർത്തിരുന്നാൽ മതി കേട്ടോ. പിന്നെ അടുത്താണ് ഓംസ് ലോ എന്ന് പറയുന്നത് കേട്ടോ. ഓംസ് ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് ഓംസ് ലോ. അപ്പോൾ ഓംസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫിസിക്കലായിട്ടുള്ള മീൻസ്
ഫിസിക്കൽ കണ്ടീഷൻസ് സച്ച് എസ് ടെമ്പറേച്ചർ ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കറണ്ട്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, കറണ്ട് കൂടിക്കൊണ്ടിരിക്കുക. എക്സ്പെരിമെൻ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ, അതിനാണ് എന്തെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ പുള്ളി മനസ്സിലാക്കിയ കാര്യം ഇത്രേ ഉള്ളൂ, വി ഇസ് ഈക്വൽ ടു എന്താണ് ഐ ഇൻറ്റു ആർ ആണ്, അല്ലെങ്കിൽ വി പ്രപ്പോർഷണൽ ടു ഐ ആണ്. കണ്ടോ, ഈ കോൺസ്റ്റന്റ് എങ്ങനെയാണ് ആറെന്ന് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു ഗ്രാഫൊക്കെ വരച്ചു. ആ ഗ്രാഫ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. തൽക്കാലം നിങ്ങൾ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യും, ദ ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the voltage across a conductor is directly proportional to the current flowing through it, provided all the physical conditions and temperature remains constant. Temperature കാരണം ഞാൻ പറഞ്ഞു, ടെമ്പറേച്ചർ മാറുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടക്ടിവിറ്റി എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും, കറണ്ട് ഫ്ലോയിങ്ങിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആര് പറയുന്നത്, ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യം ഇതാണ്. എന്താണ്, ഫിസിക്കൽ കണ്ടീഷൻസ് സച്ചസ് എന്താണ് ടെമ്പറേച്ചറും ബാക്കിയുള്ള ഫിസിക്കൽ കണ്ടീഷനും ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ടാണ്. അവനെ എന്ത് ചെയ്യും, അവനെ മാറ്റിയാണ് വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ള ഇക്വേഷൻ, വേർ ആർ ഈസ് ദി കോൺസ്റ്റൻറ്റ് നോൺ ആസ് റെസിസ്റ്റൻസ്. നമ്മൾ ആ കോൺസ്റ്റൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഏത് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ബിക്കും ഐക്കും ഒക്കെ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ വാല്യൂ ഏത് ടേമിൻ്റെ ഇക്വലൻ്റ് ആണ് എന്ന് നോക്കിയാണ്. അത് പ്രാക്ടിക്കലിയാണ് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പം വിയും ഐയും വെച്ചിട്ടുള്ള ആ പ്രൊപ്പോർഷണലിറ്റി സൈൻ മാറ്റി ഈക്വൽ സൈൻ ആക്കുമ്പോൾ ആ കോൺസ്റ്റൻറ്റ് ആ ബോഡിയുടെ റെസിസ്റ്റൻസ് തന്നെ ആണെന്ന് നമ്മൾ പ്രാക്ടിക്കലി കണ്ടുപിടിച്ചിട്ടാണ് വേറെ കോൺസ്റ്റൻ്റ് ആണ് ആറെന്ന്, മീൻസ് ആറാണ് അവിടുത്തെ കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. അതിൻ്റെ ഇതൊന്നും വേണ്ട നിങ്ങൾക്ക്. പിന്നീട് ഇതിനകത്ത് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് ഈ ഇക്വേഷൻ തന്നെയാണ്. ഓർത്തോണം, വി ഇസ് ഈക്വൽ ടു എന്താ മക്കളെ, വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നുള്ള ഇക്വേഷൻ ഇവിടെ അത്യാവശ്യമാണ്. വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന് നമുക്ക് എഴുതാം. ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്നും നമുക്ക് ഈ ഇക്വേഷനകത്ത് നിന്ന് എഴുതാം. അപ്പോൾ ഒരേ സ്ഥാനത്ത് നമുക്ക് 3 ഇക്വേഷൻ നമുക്ക് എഴുതാം. വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ, ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ആൻഡ് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ. ഇനി ഓംസ് ലോ വെച്ചിട്ട് ഓം ഒരു ഗ്രാഫ് വരച്ചോട്ടോ. ഓം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യും, ഒരു വി ഐ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. ഇപ്പോൾ വി ഐ ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ പുള്ളിക്ക് എന്ത് കിട്ടി, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടിയത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ. പുള്ളി ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു ഗ്രാഫ് വരച്ചതെന്ന് ചോദിച്ചാൽ, ഏത് കണ്ടക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ പേരാണ് നിക്രോം വയർ. നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അയൺ ബോക്സ് അല്ലെങ്കിൽ ഹീറ്റർ, അല്ലെങ്കിൽ ഇതിനെയൊക്കെ പൊതുവെ ഹീറ്റിംഗ് കോയിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വയറാണ് എന്ത്, നിക്രോം വയർ എന്ന് പറയുന്നത് കേട്ടോ. ഹീറ്റിംഗ് കോയിലായിട്ട് യൂസ് ചെയ്യുന്ന വയറാണ് എന്ത്, നിക്രോം വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോണം, നിക്രോം വയർ വെച്ചിട്ടാണ് പുള്ളി എന്ത് ചെയ്ത ഇങ്ങനൊരു ഗ്രാഫ് പുള്ളി എന്ത് ചെയ്ത് പ്ലോട്ട് ചെയ്ത്. പിന്നെ ഇതിൽ ഓർക്കേണ്ട കാര്യം ഈ ഒരു ഗ്രാഫിന് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, അതുകൊണ്ട് തന്നെ ഇതിനൊരു എന്തുണ്ടാവും, സ്ലോപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് ഓഫ് എ വി ഐ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം മക്കളെ, ചേഞ്ച് ഇൻ വൈ ആക്സിസ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്ലോപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് ഇൻ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏതാണ്, വോൾട്ടേജ് ആണ്. വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ടാണ്. സോ വി ബൈ ഐ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ, നമുക്ക് ആർ എന്ന് പറയും കേട്ടോ. ഇതാണ് ഒരു വി ഐ ഗ്രാഫ് എന്ന് പറയുന്നത്. ഏതിൻ്റെ, ഓംസ് ലോയുടെ വി ഐ ഗ്രാഫ് എന്ന് വിളിക്കുന്ന ഇതാണ്. ഇനി മക്കളെ ഈ ഗ്രാഫ് വേണമെങ്കിൽ തിരിച്ചും തരാം. അപ്പോൾ അതും കൂടി നിങ്ങൾ ഓർത്തോണം. ഇവിടുത്തെ വൈ കോർഡിനേറ്റിൽ ഐയും എക്സ് കോർഡിനേറ്റിൽ വിയും ആണെന്നുണ്ടെങ്കിൽ, വൈ കോർഡിനേറ്റിൽ ഐയും എക്സ് കോർഡിനേറ്റിൽ വിയും ആണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫ് തരുന്നത്, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐ ബൈ വി ആയിരിക്കും. വി ബൈ ഐ അല്ല, ഐ ബൈ വി ആയിരിക്കും. അതായത് ഇതിൻ്റെ നേരെ തിരിച്ചാണ്. സോ ഇത് നേരെ തിരിയുമ്പോഴത്തേക്ക് ഐ ബൈ വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ, 1/r ആണ്. 1/r എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, കണ്ടക്റ്റൻസ് ആണ്. കണ്ടക്റ്റൻസ് സി ആണ് കേട്ടോ, കണ്ടക്റ്റൻസ് സി. ഓർത്തോണം, ഐ ഗ്രാഫ് തന്നിരിക്കുന്ന ഗ്രാഫ് ഏതാണെന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഐ വൈ ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ അത് തരുന്ന സ്ലോപ്പ് എന്തായിരിക്കും, കണ്ടക്റ്റൻസ് ആയിരിക്കും. ഇനി വി ആണ് വൈ ആക്സിസിൽ വരുന്നെങ്കിൽ അത് തരുന്ന സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റെസിസ്റ്റൻസും ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് ഓർത്തിരുന്നോണം കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് യൂസ് ചെയ്ത വയർ ഏതാണ്, നിക്രോം വയർ. നിക്രോം വയർ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, നിക്രോം വയർ ഈസ് യൂസ്ഡ് ആസ് എ
ഹീറ്റിംഗ് കോയിലായിട്ടാണ് നമ്മൾ നിക്രോം വയറിനെ നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ. ഇതാണ് ഓംസ് ലോ. ഇനി നെക്സ്റ്റ് അടുത്ത് നമുക്കുള്ളത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള ചാപ്റ്ററാണ്. ഞാൻ പറഞ്ഞു ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു ചാപ്റ്ററാണ്, വളരെ വലിയ ചാപ്റ്ററാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും വേണ്ട, അല്ലെങ്കിൽ വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ ഇതിനകത്തുണ്ട്, ഇഷ്ടം പോലെ പ്രോബ്ലംസ്. നിങ്ങൾ NCERT ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സോർട്ട് ഔട്ട് ചെയ്ത് പഠിച്ചാൽ മതി. നമ്മൾ ഈ ക്ലാസ്സിൽ മാക്സിമം നിങ്ങൾ ഇതിൻ്റെ മീൻസ് ഇതിൻ്റെ PPT അല്ലെങ്കിൽ PDF ഒക്കെ നിങ്ങൾക്ക് തരുമായിരിക്കും. പക്ഷേ ആ PDF-നകത്ത് എല്ലാ കണ്ടൻസും കാണില്ല. അപ്പോൾ അത് നിങ്ങൾ ക്ലാസ് ഫുള്ളായിട്ട് കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് ആ കണ്ടൻറ്റ് തരത്തുള്ളൂ. കാരണം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ട് ഒരുപാട് പോയിൻറ്റ്സ് നമ്മൾ ഈ ഒരു സാധനത്തിൻ്റെ കൂടെ നമ്മൾ എഴുതി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അപ്പോൾ തോന്നുന്ന ആ ഒരു കാര്യങ്ങളാണ്, എക്സ്ട്രാ പോയിൻറ്റ്സ് ആണ് നിങ്ങൾക്കെല്ലാം എഴുതി എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ തരുന്ന PDF മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. PDF-ന് പകരം ഈ പറഞ്ഞ കണക്ക് ക്ലാസ് തന്നെ ഫുള്ളായിട്ടിരുന്ന് നല്ല രീതിയിൽ കാണുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പറയുന്ന എക്സ്ട്രാ പോയിൻറ്റ്സ്, എൻ്റെ ക്ലാസ് മാത്രമല്ല എല്ലാ നമ്മുടെ കൂടെ ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിൻ്റെയും ക്ലാസ്സുകൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ ആ PPT അല്ലാതെ അല്ലെങ്കിൽ ആ PDF അല്ലാതെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ക്ലാസ്സിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളും ഒരുപാട് പോയിൻറ്റ്സ് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ക്ലാസ് എല്ലാം കംപ്ലീറ്റ്ലി നിങ്ങളിരുന്ന് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പർപ്പസ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി മക്കളെ, ഇത് നമുക്ക് അടുത്തുള്ള കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ആണ്. മക്കളെ, റെസിസ്റ്റൻസിനെ നമുക്ക് രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാം. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് എന്ത്, സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്, സീരീസ് കോമ്പിനേഷൻ. രണ്ടാമത്തെ ടൈപ്പാണ് എന്ത്, പാരലൽ കോമ്പിനേഷൻ. ഒന്ന് സീരീസ് കോമ്പിനേഷനും രണ്ടാമത് പാരലൽ കോമ്പിനേഷൻ. ഇനി എന്താണ് മക്കളെ സീരീസ് കോമ്പിനേഷൻ? ഇതാണ് സീരീസ് കോമ്പിനേഷൻ കേട്ടോ. ഇതാണ് സീരീസ് കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസിൻ്റെ എന്താ പറയുക, ടെയിലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, എന്താ ഒരു റെസിസ്റ്റൻസിൻ്റെ എന്താ ടെയിലിൽ മറ്റൊരു റെസിസ്റ്റൻസ് ഇതുപോലെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സീരീസ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ സീരീസ് കോമ്പിനേഷൻസ് എന്ന് നമ്മൾ വിളിക്കുക കേട്ടോ. സീരീസ് കോമ്പിനേഷൻ നമ്മൾ വിളിക്കുന്ന ഇതാണ്, ഇതിനാണ്. കാരണം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസിൻ്റെ ഒരു പോയിൻറ്റുമായിട്ട് മാത്രമേ മറ്റൊരു റെസിസ്റ്റൻസിന് കണക്ഷനുള്ളൂ കണ്ടോ. ഇത് തമ്മിൽ ഒറ്റ പോയിൻറ്റിൻ്റെ കണക്ഷനേ ഉള്ളൂ, ഒറ്റ എൻഡ് മാത്രമേ ഇത് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കണക്ഷൻ വരുന്നുള്ളൂ. മറ്റേ എൻഡിൽ ഇതിനെന്തില്ല, കണക്ഷനില്ല. ഒറ്റ എൻഡ്, സിംഗിൾ പോയിൻ്റ് കണക്ഷനാണ് ഇതിനകത്തുള്ളത് കേട്ടോ. പിന്നെ ഇതിനെ നമ്മളിങ്ങനെ ഒരു റെസിസ്റ്റൻസുമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു ബാറ്ററിയുടെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും കേട്ടോ. ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യും കണ്ടോ. അപ്പോൾ ഓർത്തോണം, ഇവിടുന്ന് ഒരു 100 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുവാണെങ്കിൽ ആ 100 ഇലക്ട്രോൺ എവിടെ കിട്ടും, ഫസ്റ്റ് കണ്ടക്ടറിനും കിട്ടും. ആ 100 ഇലക്ട്രോൺ ആർക്ക് കിട്ടും, ഈ സെക്കൻഡ് കണ്ടക്ടറിനും കിട്ടും, സെക്കൻഡ് റെസിസ്റ്റൻസിനും കിട്ടും. ആൻഡ് ഈ 100 ഇലക്ട്രോൺസ് ആർക്ക് കിട്ടും, ഈ തേർഡായിട്ടുള്ള റെസിസ്റ്റൻസിനും കിട്ടും. ഈ 3 റെസിസ്റ്റൻസിനും കിട്ടുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഫോർ എ സീരീസ് കോമ്പിനേഷൻ, ഒരു സീരീസ് കോമ്പിനേഷന് എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും മക്കളെ? ഫോർ എ സീരീസ് കോമ്പിനേഷൻ ഇവിടെ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും? കറണ്ട് റിമൈൻസ് ദി സെയിം ത്രൂ ഓൾ റെസിസ്റ്റൻസ്. കറണ്ട് ഇവിടെ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. എൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്, കാരണം എല്ലാ റെസിസ്റ്റൻസിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അവിടെ എന്തായിരിക്കും, കറണ്ട് സെയിം ആയിരിക്കും. അതായത് ഇതിലേക്കൂടി 1 ആംപിയർ കറണ്ടാണ് ഇവിടെ ഇറങ്ങുന്നതെങ്കിൽ R1-നും കിട്ടുന്ന 1 ആംപിയർ ആയിരിക്കും, R2-നും കിട്ടുന്ന 1 ആംപിയർ ആയിരിക്കും, R3-ക്കും കിട്ടുന്ന എത്ര തന്നെ ആയിരിക്കും, 1 ആംപിയർ കറണ്ട് തന്നെ ആയിരിക്കും ഇതിനെല്ലാം കിട്ടുന്നത്. അതാണ് എന്തിൻ്റെ പ്രത്യേകത, ഒരു സീരീസ് കോമ്പിനേഷൻ്റെ പ്രത്യേകത. ഇങ്ങനെ സെയിം ആയതുകൊണ്ട് തന്നെ നമ്മളൊരു അമ്മീറ്റർ എന്നുള്ളൊരു ഡിവൈസ്, നമ്മൾ കറണ്ട് അളക്കാനുള്ള അമ്മീറ്റർ എന്നുള്ള ഡിവൈസ് നമ്മളെപ്പോഴും എങ്ങനെയായിരിക്കും, സീരീസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്ന ഒരു സർക്യൂട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. കാരണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലേ സെയിം കറണ്ട് കാണാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം ഓർത്തോണം, അമ്മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദാറ്റ് സർക്യൂട്ട്. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടിനകത്ത് എന്തായിരിക്കും, സീരീസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തോണം, അമ്മീറ്റർ ഈസ് എ ഡിവൈസ് യൂസ് ടു മെഷർ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ സർക്യൂട്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് ഓർത്തോണം, ഇതിനകത്ത് വരുന്ന ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ് എന്നുള്ള സംഭവം ഓർത്തോണം. ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ്, അപ്പോൾ ഞാൻ പറഞ്ഞു ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ് മുമ്പ് ഓർത്തോണം. ഇവിടെ R1, R2, R3 എന്നുള്ള സർക്യൂട്ട്, ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ് മുമ്പ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾ ഓർത്തോണം. എഫക്റ്റീവ് റെസിസ്റ്റൻസ്
എഫക്റ്റീവ് റെസിസ്റ്റൻസ്. എന്താ നമ്മളെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്? ഇപ്പം R1 R2 R3 എന്നുള്ള 3 റെസിസ്റ്റൻസ് ഇപ്പം കുറേ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പം എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ ആ റെസിസ്റ്റൻസ് എല്ലാം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് എന്തായിരിക്കും? R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എത്ര എണ്ണം ഉണ്ടോ അത്രയും എണ്ണം, എത്ര സർക്യൂട്ട് സീരീസ് ആയിട്ടുണ്ടോ അതെല്ലാം കൂടി ചേർക്കുന്നതായിരിക്കും. ഉദാഹരണം ഇതാ ഇവിടെ നോക്കാം, ഇതാ ഇവിടെ 5 Ω, ഇവിടെ 6 Ω ആൻഡ് ഇവിടെ 7 Ω. ഇങ്ങനെ 3 റെസിസ്റ്റൻസ് ഉണ്ടെന്നായിരിക്കും. നിങ്ങൾ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. 5 പ്ലസ് 6 പ്ലസ് 7 കണ്ടോ, 5 6 11 11 7 18 Ω ആയിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇത്രേ ഉള്ളൂ, ഇതിനകത്ത് വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല. ഇനി ഇതിനകത്ത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണെന്ന്, ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുപോലെയുള്ള റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇത് 6 ആണ്, ഇത് 6 ആണ്, ഇതും 6 ആണ്, എല്ലാം ഒരേപോലുള്ള റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? R1 R പ്ലസ് R ഇസ് ഈക്വൽ ടു 3R ആണ്. കണ്ടോ? അപ്പോൾ ഇത് 3 റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, 3 ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് 3R ആയിരിക്കും. 4 എണ്ണം ഉണ്ടെങ്കിൽ അത് 4R ആയിരിക്കും. 5 എണ്ണം ഉണ്ടെങ്കിലോ 5R, 6 എണ്ണം ഉണ്ടെങ്കിലോ 6R. അങ്ങനെയാണെങ്കിൽ if there are n number of identical resistors, if there are n number of identical resistors connected in series, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഇസ് ഈക്വൽ ടു N ഇൻറ്റു R ആയിരിക്കും കേട്ടോ. എത്ര നമ്പർ ഉണ്ടോ ആ നമ്പർ ഇൻറ്റു R ചെയ്യുന്നതായിരിക്കും എൻ്റെ വാല്യൂ. ഇപ്പം മൊത്തത്തിൽ 10 റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു റെസിസ്റ്ററിന് 3 Ohm ആണ് അതിൻ്റെ വാല്യൂ എങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര ആയിരിക്കും? 10 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ എത്ര അവിടെ 30 Ohm ആയിരിക്കും അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കണേ, 30 Ohm ആയിരിക്കും അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത് റെസിസ്റ്റൻസ് ഇൻ സീരീസ് എന്നുള്ള ഒരു പോർഷൻ കേട്ടോ. ഇത്രയേ ഉള്ളൂ, N ഇൻറ്റു R ആണ് കേട്ടോ, N ഇൻറ്റു R. അപ്പം N ടൈംസ് R ആണ് എന്ത് ഐഡൻറ്റിക്കൽ, N റെസിസ്റ്റൻസ് ഐഡൻറ്റിക്കലായിട്ട് വരുവാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ N ഇൻറ്റു R ആയിരിക്കും. ഇനി മക്കളെ രണ്ടാമത്തെ കോമ്പിനേഷനാണ് പാരലൽ കോമ്പിനേഷൻ. രണ്ടാമത്തെ കോമ്പിനേഷനാണ് മക്കളെ എന്ത് പാരലൽ കോമ്പിനേഷൻ. അല്ല പാരലൽ കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ, പാരലൽ കോമ്പിനേഷൻ എന്താ വരുന്നത്? ഇതാ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ആ റെസിസ്റ്റൻസിൻ്റെ രണ്ടറ്റവും മറ്റൊരു റെസിസ്റ്റൻസോട്ട് എന്ത് ചെയ്യും? കണക്റ്റ് ആയിരിക്കും. എൻ്റെ ഓർത്തോണം 2 എൻഡ് കണക്ഷനാണ്, 2 എൻഡും എന്ത് ചെയ്യുന്നുണ്ട്? കണക്റ്റഡ് ആവുന്നു. 2 എൻഡും എന്താണ്? കണക്റ്റഡ് ആണ്. ആ 2 എൻഡ്സും ഇവിടെ എന്താണ്? കണക്റ്റഡ് ആണ്. അങ്ങനെ 2 എൻഡായിട്ടുള്ള കണക്ഷൻ വരുന്നിടത്താണ് എന്തെന്ന് പറയുന്നത് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. അതിന് ഒരു പാരലൽ കണക്ഷനകത്ത് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓർത്തോണം, ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? പാരലൽ കോമ്പിനേഷൻ ആണ് കേട്ടോ. പാരലൽ കോമ്പിനേഷനാണ്, കോമ്പിനേഷൻ പാരലാണ്. ഇനി വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ഈ രീതിയിലും എന്ത് ചെയ്യും? ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ 2 എൻഡും ഈ 2 എൻഡുമായിട്ട് കണക്റ്റഡ് ആണ് കണ്ടോ. ഇതിൻ്റെ 2 എൻഡും ഈ 2 എൻഡുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഓർത്തോണം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ. ഓർത്തോണം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലലിൻ്റെ ഇക്വേഷൻ 1/R പാരലൽ ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത്രയും കേട്ടോ. ഉദാഹരണം ഇതാ ഒരു 2 റെസിസ്റ്റൻസ് ഉണ്ട്, ഒന്ന് 2 ഓമും മറ്റൊന്ന് 4 ഓമും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയുടെ? 1/R ഇസിക്കൽ എന്ത് ചെയ്താൽ മതി? 1/2 പ്ലസ് 1/4 ചെയ്താൽ മതി ആണോ. അതിൻ്റെ ഇവിടെ ഞാൻ 4 കോമൺ എടുക്കുവാണെങ്കിൽ എന്ത് വരും ഇവിടെ? അവിടെ 2 പ്ലസ് 1 ഇസിക്കൽ എത്ര വരും? 3/4. ഓർത്തണം 1/R ഇസിക്കൽ എത്രയാണ്? 3/4 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് കിട്ടുന്ന 1/Rൻ്റെ വാല്യൂ ആണ് ആറിൻ്റെ വാല്യൂ ആണ്. ഇപ്പോൾ ഈ 1/Rൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? അവിടെ R കണ്ടുപിടിക്കണമെങ്കിൽ കിട്ടുന്ന വാല്യൂൻ്റെ എന്തെടുത്താൽ മതി? നേരെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അതിൻ്റെ നേരെ റെസിപ്രോക്കൽ നിങ്ങൾ എടുത്താൽ മതി. നിങ്ങൾക്ക് എന്ത് കിട്ടും? അവൻ്റെ ആറിൻ്റെ വാല്യൂ കിട്ടും.
ഓർത്തോണം, നമുക്ക് ഒരു പാരലൽ കോമ്പിനേഷനകത്ത് കിട്ടുന്ന റെസിസ്റ്റൻസ് എന്ന് പറയാം, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഉള്ള ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനേക്കാളും ചെറുതായിരിക്കും എപ്പോഴും. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ പറയല്ലോ, ഇവിടെ 100 ഓമും ഒരു 2 ഓമുമായിട്ട് കണക്ട് ചെയ്യുന്നേക്കും. ഒരു ഉദാഹരണം, ഒരു 100 ഓമും 2 ഓമുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ പോലും അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ചെറിയ റെസിസ്റ്റൻസ് ആയ 2 ഓമിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് പാരലൽ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സീരീസ് റെസിസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണക്ട് ചെയ്തേക്കുന്ന ഏറ്റവും വലിയ വാല്യൂവിനേക്കാളും വലുതായിരിക്കും എപ്പോഴും എന്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. കാരണം എന്താ, ഇവിടുത്തെ റെസിസ്റ്റൻസ് തമ്മിൽ എന്താ ചെയ്യുന്നത്, കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ റെസിപ്രോക്കൽസ് തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇത് വരാനുള്ള കാരണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തോണം. എൻ്റെ മക്കളെ, ഇവിടെയും ഈ പറഞ്ഞ പോലെ ഇഫ് ദർ ആർ n റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ, ഇപ്പം ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ് ഇവിടെ എന്തുണ്ട്, ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ് ഇവിടെയും വരുവാണെങ്കിൽ, ഇവിടെയും ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ് വരികയാണെന്ന് വിചാരിക്കുക. ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ്, ഇവിടെ ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ് വരിക എങ്ങനെയാണ്, ഇതാ നോക്കൂ, 2 ഓം റെസിസ്റ്റൻസ്, 2 ഓം റെസിസ്റ്റൻസ്, 2 ഓം റെസിസ്റ്റൻസ് ആൻഡ് ഇവിടെ വീണ്ടും 2 ഓം റെസിസ്റ്റൻസ്. ഇങ്ങനെ വരുവാണെങ്കിൽ ഇതെന്ത് ചെയ്യുന്നത്, ഇത് 1/2 + 1/2 + 1/2 + 1/2 കണ്ടോ. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ 1 2 3 4 ദാറ്റ് ഇസ് ഇക്വൽ എത്ര വരും, 4/2 ദാറ്റ് ഇസ് ഇക്വൽ ടു 2 ആയിരിക്കും. കണ്ടോ, 1/6ൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, 2 ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ 6ൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, 1/2 ആയിരിക്കും. കണ്ടോ. അപ്പോൾ ഇനി നിങ്ങൾ നോക്കുക, ഇതാണുള്ള ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ് വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ്, ഇഫ് ദർ ആർ n നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ് ഇൻ പാരലൽ, ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ എത്ര ആയിരിക്കും, R/n ആയിരിക്കും. ഉദാഹരണം, ഇവിടെ മൊത്തം ഇപ്പോൾ എത്ര, ഇവിടുത്തെ n-ൻ്റെ വാല്യൂ എത്ര മക്കൾ, അതായത് ഇവിടുത്തെ n 1 2 3 4, n-ൻ്റെ വാല്യൂ എത്ര, മൊത്തം 4 നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് R-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആയ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇതാ R/, എന്ത് ചെയ്താൽ 2 ചെയ്താൽ മതി. വെട്ടിപ്പോകുമ്പോൾ എത്ര വരും, 1/2 വരും. കണ്ടോ, നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്താ വേറെ എക്സാമ്പിൾ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവും. അപ്പോൾ അതാ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് കൊടുക്കുക, 3 ഓം 3 ഓം 3 ഓം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലോ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. നിങ്ങൾ 1/R1 1/R2 ഒന്നും ചെയ്യേണ്ടത്, എന്ത് ചെയ്താൽ മതി, 3 മൊത്തം എത്ര ഉണ്ട്, 1 2 3 3 കണ്ടോ, ഇസിക്കൽ 1 ഓം. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് ഇവിടെ 6 ഓം ആണെങ്കിൽ 6 ഓം 6 ഓം 6 ഓം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R പാരലൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതാ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് എടുക്കുക, എത്ര 6. ഇനി എത്ര ഉണ്ട്, 1 2 3, എന്താ 6/3 ഇസിക്കൽ എത്ര വരും, 2 ഓം ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ. ഇഫ് ദർ ആർ n നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ, then the effective resistance will be R/n ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും ചോദിച്ചിട്ടുണ്ട്, മറ്റേതും ചോദിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കുക. ആൻഡ് ഇതുപോലെ പാരലൽ കോമ്പിനേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ ഓർത്തോണം, നമ്മൾ പാരലൽ കോമ്പിനേഷനകത്ത് എന്ത് സെയിം ആണ്, വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വോൾട്ട് മീറ്റർ ഈസ് ഓൾവേസ് കണക്ട് ചെയ്യുന്ന വോൾട്ട് മീറ്റർ is always connected in parallel. വോൾട്ട്മീറ്റർ എപ്പോഴും എങ്ങനെ കണക്ട് ചെയ്യുന്നത്, പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. വോൾട്ട്മീറ്റർ എപ്പോഴും പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കണേ, വോൾട്ട്മീറ്റർ ഈസ് ഓൾവേസ് കണക്റ്റഡ് പാരലൽ. ഇനി അടുത്ത ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് പവർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് വിച്ച് ദ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ബൈ ടൈമാണ്. എന്തുമാത്രം ഇലക്ട്രിക്കൽ എനർജി അവിടെ ഉണ്ടാവുന്നോ ആ ഇലക്ട്രിക്കൽ എനർജി ബൈ ടൈമാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഓർത്തോണം, പവർ ഇൻറ്റു ഇലക്ട്രിക് പവർ ഇൻറ്റു ടൈമാണ്. സോ ഇക്വേഷൻ ഒന്നും നമുക്ക് വേണ്ട, ഇക്വേഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടുന്ന ഇക്വേഷൻ ഇത് മാത്രമാണ്. എന്താണ്, പവർ ഇസിക്കൽ ടു IV, പവർ ഇസിക്കൽ ടു V²/R, പവർ ഇസിക്കൽ ടു I²/R. അതായത് ഒരു പർട്ടിക്കുലർ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിൻ്റെ പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്താൽ മതി, അവിടുത്തെ കറണ്ട് ഇൻറ്റു അവിടുത്തെ എന്ത് ചെയ്താൽ മതി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ചെയ്താൽ മതിയാവും. അതാണ് ഇങ്ങനെ പവറിൻ്റെ മറ്റൊരു ഇക്വേഷനാണ് എന്ത്, V²/R
ആർ എന്ന് പറയുന്നത്. അതാണ് പവറിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ. ആൻഡ് പവറിൻ്റെ മൂന്നാമത്തെ ഇക്വേഷൻ പവർ ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ എന്നത്. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഇക്വേഷനാണ് പവർ കണ്ടുപിടിക്കാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എന്താ പറയുക, എ bulb is rated 230 volt 100 watt എന്ന് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ ഓർത്തോണം, പവറിൻ്റെ ഇലക്ട്രിക് പവറിൻ്റെ SI യൂണിറ്റ് എന്താണ്? നമ്മൾ ആദ്യത്തെ ക്ലാസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്? വാട്ടാണ് കേട്ടോ. ഇലക്ട്രിക്കൽ പവറിൻ്റെ SI യൂണിറ്റും എന്ത് തന്നെയാണ്? വാട്ട്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ബൾബിൻ്റെ റേറ്റ് 230 വോൾട്ട് 100 വാട്ടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഈ തന്നിരിക്കുന്ന എന്താണ്? വി ആയിരിക്കും തന്നിരിക്കുന്നത്. ആൻഡ് ഈ തന്നിരിക്കുന്നത് എന്താണ്? പവർ ആയിരിക്കുന്നത്. കണ്ടോ, വിയും പിയും തന്നു. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ഈ കറണ്ട് ത്രൂ കൺസ്യൂംഡ് ബൈ ദ ഡിവൈസ്? ആ ബൾബിന് കൺസ്യൂം ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ പഠിച്ചിട്ടുണ്ട്, പവർ ഇസ് ഈക്വൽ ടു ഏത് ഇക്വേഷൻ? വി ഇൻറ്റു ഐ. അല്ലെങ്കിൽ പവർ ഇസ് ഈക്വൽ ടു എന്താണ്? ഐ സ്ക്വയർ ആർ. അല്ലെങ്കിൽ പവർ ഇസ് ഈക്വൽ ടു എന്താണ്? വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ ഈ 3 ഇക്വേഷനകത്ത് നിങ്ങൾക്ക് ഏത് വെച്ചിട്ടായിരിക്കും കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? നോക്ക്, ഇവിടെ പവർ തന്നിട്ടുണ്ട്, കണ്ടോ? പവർ തന്നിട്ടുണ്ട് 100 ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? വി തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 230, കണ്ടോ? ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ഐ ചെയ്താൽ. സോ അങ്ങനെയാണ് ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 100/230 എത്രയാണോ കിട്ടുന്ന ആൻസർ, അതായിരിക്കും നമ്മുടെ അത്രയും ആംബിയർ ആയിരിക്കും അവിടുത്തെ നമ്മുടെ കറണ്ട് എന്ന് നമ്മൾ പറയാം. ക്ലിയറാണ്? ഇത്രേ ഉള്ളൂ ഈ സംഭവം. ഓക്കെ, ഇനി ഇവിടുത്തെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? പവർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് യൂസ് ചെയ്യണം. കണ്ടോ, വി സ്ക്വയർ ബൈ ആർ എന്ന് യൂസ് ചെയ്യണം. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ ഉണ്ട്, എത്ര? 100 ആണ്. ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ വിയുടെ വാല്യൂ എത്ര? വി 230. കണ്ടോ, 230 സ്ക്വയർ ബൈ എന്താണ്? ആർ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു 230യുടെ സ്ക്വയർ ഡിവൈഡ് ബൈ 100. അത് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും ഇവിടുത്തെ എന്തിൻ്റെ വാല്യൂ? അത്രയും ഓം ആയിരിക്കും ഇവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ ബൾബ് ഈസ് റേറ്റഡ്, ഇതാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ പറയാം, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ എന്താണ് വോൾട്ടേജ് ഇത്രയാണ്, അവൻ്റെ പവർ ഇത്രയാണ്, അങ്ങനെയാണെങ്കിൽ അത് കൺസ്യൂം ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അവിടെ എന്ത് യൂസ് ചെയ്താൽ മതി? പവർ ഇസിക്കൽ വി ഐ എന്നുള്ള മീൻസ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദി ആംബിയറേജ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ മക്കളെ, ആംബിയറേജ് എന്ന് ചോദിച്ചാലും ഇതേ ഇക്വേഷൻ തന്നെയാണ്. ആംബിയറേജ് എന്ന് ചോദിച്ചാലും ആംബിയറേജ് എന്ന് ചോദിച്ചാലും എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ കറണ്ടാണ്. കാരണം ആംബിയറേജ് എന്ന് പറഞ്ഞാൽ ആംബിയർ ഈസ് സംതിങ് റിലേറ്റഡ് ടു കറണ്ട്. ഫൈൻഡ് ദി ആംബിയറേജ് ഓഫ് ദാറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് ചോദിച്ചാലും അത് എന്ത് തന്നെയാണ്? കറണ്ട് ഐ കണ്ടുപിടിക്കാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് ഒന്നും അത്ര വലുതായിട്ട് ചോദിച്ചില്ല, പക്ഷേ ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ച് ആ പ്രോബ്ലത്തിൻ്റെ അതേ ടൈപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ നമ്മളെ എക്സാംസ് അത്ര ഈസിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ മെയിൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഹാർഡായിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇലാബറേറ്റ്, പലർക്കും തോന്നുന്നത് ഇത് സ്കൂളിലെ പോലെയല്ലേ പഠിപ്പിക്കുന്നത്. ശരിയാണ്, സ്കൂളിൻ്റെ ടെക്സ്റ്റിനെ NCERT ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. പക്ഷേ അതെന്തുകൊണ്ട് അത് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വലിയൊരു റാങ്കിലോട്ട് അല്ലെങ്കിൽ നല്ലൊരു റാങ്കിലോട്ട് വരണമെങ്കിൽ നമ്മൾ കണ്ടൻസ് വളരെ ഡീപ്പായിട്ട് പഠിക്കണം. എന്നും പറഞ്ഞ് നമ്മുടെ ടെക്സ്റ്റിലെ സകലമാന കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സോർട്ട് ഔട്ട് ചെയ്തെടുത്ത് അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡിങ് മെയിൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ലാസ് ഇവിടെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും പഠിക്കുന്ന ഒരിക്കലും വെറുതെ ആവില്ല കേട്ടോ. ഇനി അടുത്ത രണ്ടാമത്തെ ഉള്ള ഇതാണ് എന്ത്? ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് കേട്ടോ. ഇലക്ട്രിക്കൽ എനർജി അടുത്താണ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എനർജി കൺസ്യൂംഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എനർജി ജനറേറ്റഡ് ബൈ ദി മൂവ്മെൻറ്റ്സ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പം ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി എന്ന് വിളിക്കുന്നത്. സോ ഇലക്ട്രിക്കൽ എനർജി ഇ ഈസ് ഈക്വൽ ടു എന്താണ്? പവർ ഇൻറ്റു ടൈം. അപ്പം നേരത്തെ നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെ പഠിച്ചാൽ മതി. ഇവിടെ എന്താ? ഇലക്ട്രിക്കൽ എനർജി ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു ഒന്ന് ഐ സ്ക്വയർ ആർ. നമ്മൾ നിങ്ങൾക്ക് നേരത്തെ ഓർമ്മയുണ്ട് ഇവിടെ പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പവർ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ, പവർ ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ആൻഡ് പവർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇല്ലേ? ഇത്ര ഇതല്ലേ? ഇനി എനർജി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഇൻറ്റു ടൈമാണ്. കണ്ടോ, പവർ ഇൻറ്റു ടൈമാണ് എന്തെന്ന് പറയുന്നത്? എനർജി. അപ്പോൾ സോ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇൻറ്റു ടി കൊടുത്താൽ മതി. അപ്പം എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, ഇലക്ട്രിക്കൽ എനർജി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ,
ഇലക്ട്രിക്കൽ എനർജി ഈസ് ഈക്വൽ ടു VIT. നേരത്തെ കൊടുത്ത ഇക്വേഷൻ്റെ അറ്റത്ത് എന്ത് ചെയ്താൽ മതി, ഒരു T കൊടുത്താൽ മതി. സോ ഇലക്ട്രിക്കൽ എനർജി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷൻ ഇലക്ട്രിക്കൽ എനർജി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷൻ VIT കണ്ടോ. സെക്കൻഡ് ഇക്വേഷൻ ഇലക്ട്രിക്കൽ എനർജി ഈസ് ഈക്വൽ ടു I²RT. തേർഡ് ഇലക്ട്രിക്കൽ എനർജി ഈസ് ഈക്വൽ ടു V²T/R. അങ്ങനെ 3 ഇക്വേഷൻ. അത് ജസ്റ്റ് നേരത്തെ പഠിച്ച ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. അതിൻ്റെ അടുത്ത് T ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി ഓർത്തോണം, ഇലക്ട്രിക്കൽ എനർജിയുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജൂൾ ആണ്. ആൻഡ് ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം കിലോ വാട്ട് അവർ ആണ് കേട്ടോ മക്കളെ. കിലോ വാട്ട് അവർ ആണ് ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ്. ഈ കിലോ വാട്ട് അവറിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, 1 യൂണിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരു യൂണിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് എന്താണ്, 1 കിലോ വാട്ട് അവറിനെയാണ് നമ്മൾ 1 യൂണിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ആ 1 കിലോ വാട്ട് അവറിൻ്റെ ഇത് ചോദിച്ചിട്ടുണ്ട് ഓർത്തണം. 1 കിലോ വാട്ട് അവറിൻ്റെ വാല്യൂ എത്രയാണ്, എത്ര ജൂളാണ് 1 കിലോ വാട്ട് അവർ എന്ന് വെച്ചാൽ ഓർത്തണം 3.6 × 10⁻⁶ ജൂളാണ് കേട്ടോ. 3.6 × 10⁻⁶ ജൂളാണ് 1 കിലോ വാട്ട് അവറിൻ്റെ ജൂൾ. 1 കിലോ വാട്ട് അവർ എത്ര ജൂളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.6 × 10⁻⁶ ജൂൾസ് ആണ് എന്ത് 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരുന്നോണം. ഈ ഇക്വേഷൻ കൂടി ഒന്ന് എടുത്തിരുന്നോണം. ദെൻ നെക്സ്റ്റ് വൺ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന ഒരു ലോയാണ് എന്ത്, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് ലോ ആണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ലോ ആണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. അപ്പോൾ മക്കളെ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മൂന്നാമത്തെ നമ്മൾ പഠിച്ച ഇക്വേഷനിൽ H is equal to അല്ലെങ്കിൽ രണ്ടാമത് പഠിച്ച I²RT. ഈ ഇക്വേഷനാണ് ആക്ച്വലി എന്തെന്ന് വിളിക്കുന്നത്, ജൂൾസ് ലോ എന്ന് വിളിക്കുന്നത്. ഈ ഇക്വേഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഹീറ്റ് ജനറേറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി കറണ്ട്, ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ദി ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. അപ്പോൾ അതിന് കോൺസ്റ്റൻറ്റ് 1 തന്നെയാണ്. അതുകൊണ്ടാണ് വേറെ കോൺസ്റ്റൻറ്റ് K × I²RT എന്ന് പറയാത്ത. കെയുടെ വാല്യൂ നമ്മൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ 1 തന്നെ ആയതുകൊണ്ടാണ് അതിൻ്റെ വാല്യൂ K is equal to 1. ഇപ്പോൾ ഇത് അയാൾ പറയുന്നതാണ് H is directly proportional to I²RT, that is H is equal to K × I²RT. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ കെയുടെ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെയാണ് ഈ ഇക്വേഷൻ എങ്ങനെ വന്നത്, H is equal to I²RT എന്നുള്ള ഇത് വന്നത്. നിങ്ങളതൊന്നും നോക്കണ്ട, നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, അത് നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. H is equal to I²RT ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് H is equal to I²RT, where H is the heat produced, I is the current, R is the resistance and T is the time of flow of current. എത്രത്തോളം സമയം കൂടുതൽ ഒഴുകുന്നോ അത്രത്തോളം ഒരു കണ്ടക്ടർ ഹീറ്റാണ്. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. നമ്മൾ വീട്ടിലൊരു ബൾബ് നമ്മൾ കൂടുതൽ നേരം കത്തിച്ച് ഇടുമ്പോൾ അതെന്ത് ചെയ്യും, അത് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ബൾബിൻ്റെ ഫിലമെൻറ്റ് നമ്മൾ ഏത് ഫിലമെൻ്റാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ടങ്സ്റ്റൺ ഫിലമെൻ്റാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബൾബിൻ്റെ ഫിലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് ടങ്സ്റ്റൺ ഫിലമെൻ്റാണ്. പിന്നീട് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു സംഭവമാണ് ഞാൻ നേരത്തെ പഠിച്ച, ഏതാണ് അന്ന് നേരത്തെ നമ്മൾ ക്ലാസ് പറഞ്ഞില്ലായിരുന്നു, ഏതാ പറഞ്ഞു, നിക്രോം എന്ന് പറഞ്ഞ വയർ അല്ലേ, നിക്രോം വയർ. അപ്പം നിക്രോം വയറിൻ്റെ പ്രത്യേകത എന്താ, നിക്രോം വയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിക്രോം വയർ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഹീറ്റിംഗ് കോയിലായിട്ട് യൂസ് ചെയ്യുന്ന വയർ ഏതാണ്, നിക്രോം വയർ. ഫിലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്, അത് ടങ്സ്റ്റനുമാണ്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ കണക്ക് നിക്രോം വയറാണ്. നിക്രോം വയർ ചൂടാവുന്നത് ബൾബിൻ്റെ ഫിലമെൻറ്റ് അല്ലെങ്കിൽ ഫിലമെൻറ്റ് ബൾബ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫ്യൂസ്, ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ഏത് പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിലാണ്, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് വെച്ചിട്ടാണ്. ജൂൾസ് ഓഫ് ഹീറ്റിംഗ് വെച്ചിട്ടാണ് നമ്മുടെ വീടുകളിലുള്ള എന്താണ് അയൺ ബോക്സ് വർക്ക് ചെയ്യുന്നത് അല്ലേ. അയൺ ബോക്സ്, നമ്മുടെ വീടുകളിലെ വാട്ടർ ഹീറ്റേഴ്സ്, ഈ വാട്ടർ ഹീറ്റർ, പിന്നെ ഇങ്ങനെ ഇലക്ട്രിക് ഹീറ്റേഴ്സ്, ഇതെല്ലാം എന്ത് വർക്ക് ചെയ്യുന്ന ഏതാണ്, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ഓർത്തോണം, ഇവിടെ കറണ്ട് കൂടുമ്പോൾ ഇവിടെ ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കറണ്ട് 2 times കൂടുവാണെങ്കിൽ, കറണ്ട് 2 times ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓർത്ത് വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ H പ്രപ്പോർഷണൽ ടു I² ആണ് കേട്ടോ. ഹീറ്റ് പ്രപ്പോർഷണൽ ടു കറണ്ടിൻ്റെ സ്ക്വയർ ആണ്. അതായത് കറണ്ട് എത്ര കൂടുന്നോ അതിൻ്റെ സ്ക്വയർ ടൈംസ് ആയിരിക്കും അവിടുത്തെ എന്ത് കൂടുന്നത്, ഹീറ്റ് കൂടുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പം കറണ്ട് എന്ന് പറഞ്ഞ വാല്യൂ 2 times കൂടുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് എത്ര ടൈംസ് കൂടും മക്കളെ, ഇങ്ങനെ പഠിച്ചോണം. 2² times കൂടുമെന്ന് പറഞ്ഞ് പഠിച്ചോണം കേട്ടോ. 2² times അല്ലെങ്കിൽ 4 എന്ന് പറഞ്ഞ് പഠിക്കല്, 2² times കൂടുമെന്ന് പറഞ്ഞ് പഠിച്ചു പോകണം. കറണ്ട് വാല്യൂ 3 times കൂടുകയാണെങ്കിലോ ഹീറ്റിൻ്റെ വാല്യൂ 3² times കൂടും അല്ലെങ്കിൽ 9 times കൂടും കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞ് പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം 2 ആകുമ്പോൾ 4 ആവും, 3 ആകുമ്പോൾ നാച്ചുറലി 6 ആവും എന്നുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാവും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് 3 ആണെങ്കിൽ 3² times, അതായത് ഈ സ്ക്വയർ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോണം H is proportional to I².
പിന്നെ കറണ്ടിൻ്റെ വാല്യൂ 1/2 ടൈംസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റിൻ്റെ വാല്യൂ എത്രയാണ് 1/2 സ്ക്വയർ ടൈംസ് ആയിട്ട് കുറയും. കറണ്ടിൻ്റെ വാല്യൂ 1/3 ആയിട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യും 1/3 സ്ക്വയർ ടൈംസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും കുറയും. ഓക്കെ, അതായത് ഇതിൻ്റെ മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ട്രാൻസ്മിഷൻസ് നടക്കും. ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി എവിടെയാണോ പ്രൊഡ്യൂസ് ചെയ്ത് അവിടുന്ന് നമ്മുടെ എന്ത് ചെയ്യും വീട്ടിലോട്ട് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഇലക്ട്രിക് ട്രാൻസ്മിഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ഇതിനാണ് നമ്മൾ ഇലക്ട്രിക് പവറിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത് തോമസ് ആൽവ എഡിസൺ തന്നെയാണ്. അപ്പോൾ ഇലക്ട്രിക് ട്രാൻസ്മിഷൻ്റെ സമയത്ത് നമ്മൾ എങ്ങനെ ആയിരിക്കും ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നും കൂടി നിങ്ങൾ ഓർത്തോണം. എപ്പോഴും നമ്മളവിടെ ചെയ്യുന്നത് ഹൈ വോൾട്ടേജിലും ലോ കറണ്ടിലുമായിരിക്കും നമ്മൾ എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇലക്ട്രിക് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഇലക്ട്രിക് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇലക്ട്രിസിറ്റിയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ലോ വോൾട്ടേജിലും ഹൈ കറണ്ടിലുമായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ജൂൾസ് ലോ അനുസരിച്ച് H എന്താ മക്കളെ I²RT ആണ്. കറണ്ട് എത്രത്തോളം കൂടുന്നു അതിൻ്റെ സ്ക്വയർ ടൈംസ് നമുക്ക് എന്തുണ്ടാവും ഹീറ്റ് ലോസ് ഉണ്ടാകും, അല്ലെങ്കിൽ എനർജി ലോസ് ഉണ്ടാകും. ആ ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടി ടു ഡിക്രീസ് ദ ഹീറ്റ് ലോസ് ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കറണ്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ ടൈംസ് എന്ത് ചെയ്യും നമ്മൾ കൊടുക്കുന്ന മീൻസ് കറണ്ടിനെ നമ്മൾ പകുതിയാക്കി കഴിഞ്ഞാൽ തന്നെ അത് 1/4 ആവും. ആ കറണ്ടിൻ്റെ വാല്യൂ 1/10 1/100 ഒക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കുറച്ച് ഹീറ്റ് ലോസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ അവിടെ ഉണ്ടാവുള്ളൂ. സോ ആ ഹീറ്റ് ലോസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇലക്ട്രിക് ട്രാൻസ്മിഷൻ്റെ സമയത്ത് ഹൈ വോൾട്ടേജിലും ലോ കറണ്ടിലും നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ നടത്തുന്നത്. ഓർത്തോണം, നമ്മുടെ ഒരു പവർ പ്ലാന്റ്, ഇവിടെ ഒരു പവർ പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇലക്ട്രിസിറ്റി ജനറേറ്റിംഗ് സ്റ്റേഷൻസിനെയാണ് നമ്മൾ പവർ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പവർ പ്ലാന്റിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യും നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും കേട്ടോ. സ്റ്റെപ്പ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് വോൾട്ടേജ് കൂട്ടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് എന്ന് വിളിക്കുന്നത്. അവന് യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ മാഗ്നറ്റിസം പഠിപ്പിക്കുമ്പോൾ എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. തൽക്കാലം ഓർത്ത് ആ ട്രാൻസ്ഫോമേഴ്സിനെ പറയുന്ന പേര് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്നാണ് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളെ വീടുകളിലേക്ക് എത്തുമ്പം ഇപ്പോൾ ഇതൊരു ഉദാഹരണത്തിന് 11 kV ആണ്, 11 kW ആണ് അവിടെ ട്രാൻസ്ഫോം ചെയ്യുന്നത് ചോദിക്കുക. പക്ഷെ നമ്മുടെ വീടുകളിൽ എന്തിൻ്റെ ആവശ്യമില്ല 11 kV ആവശ്യമില്ല. നമ്മുടെ വീടുകളിലെല്ലാം എത്ര വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത് 230 വോൾട്ട് ആണ് നമ്മുടെ വീടുകളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ 11 kV ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ വീട്ടിൽ നിന്ന് കത്തിപ്പോവും, അത്രയൊന്നും വേണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നമ്മുടെ നെയ്ബർഹുഡിൽ അല്ലെങ്കിൽ നമ്മൾ അടുത്ത് ഉള്ള ട്രാൻസ്ഫോമർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോണം ആ ട്രാൻസ്ഫോമറിനെ പറയുന്ന പേര് എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് കേട്ടോ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സോ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് അടുത്തുള്ള ട്രാൻസ്ഫോമേഴ്സിനെ പറയുന്ന പേര് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സും. അതെന്തിനാണ് ട്രാൻസ്മിഷൻ്റെ സമയത്ത് ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഹൈ വോൾട്ടേജിൽ വന്ന ആ വോൾട്ടേജിനെ കുറച്ച് നമ്മളെ വീടുകളിലേക്ക് വേണ്ടുന്ന ആ ചെറിയ വോൾട്ടേജ് ആക്കി മാറ്റുന്ന ആ ഒരു ഡിവൈസാണ് എന്ന് പറഞ്ഞത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നൊക്കെ നമ്മൾ മാഗ്നറ്റിസത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. തൽക്കാലം നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് വൺ ഈസ് ഹൗസ് ഹോൾഡ് സർക്യൂട്ട്സ്. നമ്മളെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഹൗസ് ഹോൾഡ് സർക്യൂട്ടിനെ പറ്റിയാണ് ജസ്റ്റ് ഒന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരുന്നോണം മക്കളെ, നമ്മളെ വീടുകളിൽ യൂസ് ചെയ്യുന്ന സർക്യൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് പാരലൽ കണക്ഷൻസ് ആയിരിക്കും. നമ്മുടെ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാരലൽ കോമ്പിനേഷൻസ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അല്ല ഇപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും, ഒരു ബൾബ് എനിക്ക് കണക്ട് ചെയ്യണം, ഒരു ഫാൻ എനിക്ക് കണക്ട് ചെയ്യണം, ആൻഡ് ദെൻ എനിക്കൊരു AC കണക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഫാൻ, ഒരു AC, അപ്പോൾ ഇത് മൂന്നെണ്ണം കണക്ട് ചെയ്യണം. എന്താ നമ്മൾ AC സോഴ്സിനെ നമ്മളിതാ ഇങ്ങനെയാണ് കണ്ടത്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ AC DC പഠിക്കും. അപ്പോൾ AC DC എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് കറണ്ട് ആണല്ലോ. AC എന്ന് പറഞ്ഞാൽ ഓർത്തോണം അതിൻ്റെ പേര് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. DC എന്ന് പറഞ്ഞാൽ ഓർത്തോണം അത് DC എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഡയറക്റ്റ് കറണ്ടാണ്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ജനറേറ്റേഴ്സ് നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന കറണ്ടാണ് എന്ത് AC കറണ്ട് എന്ന് പറയുന്നത്. DC കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബാറ്ററി സോഴ്സിൽ നിന്ന് കിട്ടുന്ന കറണ്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കും
ഡി സി കറണ്ട് എന്ന് നമ്മൾ വിളിക്കും കേട്ടോ. അപ്പോൾ ഈ നമുക്ക് എ സി ഡി സി ആയിട്ടൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. എ സി കറണ്ടിനെ ഡി സി ആക്കി മാറ്റുന്ന പ്രോസസ്സിൻ്റെ പേരാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. കമ്മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത് കമ്മ്യൂട്ടേഷൻ. ഇനി ഡി സിയെ തിരിച്ച് എ സി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ പേരാണ് ഇൻവേർഷൻ എന്ന് പറയും. അല്ലെങ്കിൽ അവന് യൂസ് ചെയ്യുന്ന ഡിവൈസിന് നമ്മൾ പറയുന്ന പേര് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഇൻവെർട്ടർ ആക്ച്വലി നമ്മൾ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന ഇൻവെർട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ആ ബാറ്ററി സ്റ്റോർ ചെയ്തിരിക്കുന്ന കറണ്ട് തിരിച്ച് എ സി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെർട്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ ജസ്റ്റ് പറയുന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കുക, സപ്പോസ് ഇപ്പോൾ കറണ്ടിന് ഈ രീതിയിലാണ് നമ്മൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് കൊടുത്തതെന്ന് വിചാരിക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പോൾ എ സി ഓൺ ചെയ്യണമെങ്കിൽ, ഇവിടെ എ സി ഓൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനിവിടെ ബൾബ് ഓൺ ചെയ്യണം, ഇവിടെ ഫാനും ഓൺ ചെയ്യണം കേട്ടോ. എനിക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു കൺട്രോൾ കിട്ടത്തില്ല, ഇവിടെ കിട്ടത്തില്ല. ഇവിടെ ഒരു ഇൻഡിവിജ്വൽ കൺട്രോൾ ഓഫ് ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്തില്ല, ഇവിടെ കിട്ടത്തില്ല. കാരണം ഇൻഡിവിജ്വൽ കൺട്രോൾസ് അവിടെ കിട്ടില്ല. പിന്നീട് അത് മാത്രമല്ല, ഇപ്പം എ സി കറണ്ട്, ഇപ്പം നമ്മുടെ വീട്ടിൽ എയർ കണ്ടീഷൻസ് ഉണ്ടെന്ന് വിചാരിക്കും. എയർ കണ്ടീഷനേഴ്സിന് ചിലപ്പോൾ ഒരു 10 ആംപിയർ കറണ്ട് ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ ഇത് എന്ത് ചെയ്യും? നമ്മുടെ സർക്യൂട്ടിൽ നിന്ന് 10 ആംപിയർ കറണ്ട് വലിക്കും. ഈ 10 ആംപിയർ കറണ്ട് എവിടേക്ക് കൂടി പോകട്ടെ? ഈ ബൾബിൽ കൂടി പോകും. ഈ ബൾബിന് ചിലപ്പോൾ 1 ആംപിയർ കറണ്ട് മതിയായിരിക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഈ 10 ആംപിയർ കറണ്ട് എന്ത് ചെയ്യും? ഇതിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ബൾബ് എന്ത് ചെയ്യും? ആ ബൾബ് ഫ്യൂസായി പോകാനുള്ള സാധ്യതയുണ്ട്. ഫാനും എന്ത് ചെയ്താൽ അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൗസ് ഹോൾഡ്സിന് ഒരിക്കലും എന്ത് യൂസ് ചെയ്യാറില്ല? ആ എ സി സർക്യൂട്ട്സ് നമ്മൾ ഹൗസ് ഹോൾഡ്സിന് നമ്മൾ എന്ത് ചെയ്യാറില്ല? യൂസ് ചെയ്യാറില്ല. അതേസമയം നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്താലോ? പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എ സി കണക്ട് ചെയ്യാം, എനിക്കിവിടെ ബൾബ് കണക്ട് ചെയ്യാം, എനിക്കിവിടെ ഫാനും കണക്ട് ചെയ്യാം. എവിടെ നോക്ക്, ഇപ്പോൾ എനിക്ക് എ സി മാത്രം വേണമെന്ന് വിചാരിക്കുക. എനിക്ക് എ സി മാത്രം ഓൺ ചെയ്യണം, അല്ലെങ്കിൽ എയർ കണ്ടീഷൻ മാത്രം ഓൺ ചെയ്യണം. എന്ത് ചെയ്യും? ഇതാ കറണ്ട് ഇങ്ങനെ വന്നാൽ ഇത് മാത്രം ഓൺ ചെയ്താൽ മതി. ഇപ്പം എന്തെങ്കിലും കറണ്ട് ഇതിലെ വന്ന് ഇതിലേ പോകത്തില്ല, ഇതാ ഇതിലേ കറണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇതിലേ പോയി ഇങ്ങനെ വന്ന് എന്ത് ചെയ്യും? ഈ സർക്യൂട്ട് ഫില്ല. ഈ സർക്യൂട്ട് ഫില്ല. ഫാൻ ബൾബ് വേണമെങ്കിൽ ബൾബിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലും സർക്യൂട്ട് ഫില്ലാവും. ഫാനാണ് മീൻസ് ബൾബും ഫാനും ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡിവിജ്വലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള ഒരു ഇതാണ് നമ്മൾ ഹൗസ് ഹോൾഡ്സിൽ യൂസ് ചെയ്യുന്ന എപ്പോഴും ഏതാണ്? പാരലൽ സർക്യൂട്ടാണുള്ളത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കൃത്യമായിട്ട് പറയാൻ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന റിംഗ് സിസ്റ്റം ആയിരിക്കും നമ്മൾ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ കൂടി 3 ലൈൻസ് ആയിരിക്കും പോകുന്നത് കേട്ടോ. 1 ഫേസ് ലൈൻ എന്ന് പറയും, 2 ന്യൂട്രൽ ലൈൻ എന്ന് പറയും, 3 എന്ന് പറയുന്നത് എന്താണ്? എർത്ത് ലൈൻ എന്ന് പറയും. എർത്ത് ലൈൻ കേട്ടോ, ഈ എർത്ത് ലൈൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു നമ്മളിത് റൂമാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ റൂമിൽ കൂടി ഇതിലേക്ക് ഒരു ഫേസ് ലൈൻ ഓടുന്നുണ്ടായിരിക്കും, ഒരു ന്യൂട്രൽ ലൈൻ ഓടുന്നുണ്ടായിരിക്കും, ഒരു എർത്ത് ലൈൻ ഓടുന്നുണ്ടായിരിക്കും. അപ്പം നമുക്ക് വേണ്ടുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു ഫാൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഫാൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഫാനിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു ഫേസ് ലൈൻ എടുക്കും, ഒരു ന്യൂട്രൽ ലൈനും എടുക്കും, ആൻഡ് ഇവിടെ ഒരു എർത്ത് ലൈനും എടുത്ത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനെ പറയുന്നത് ഒരു പാരലൽ കോമ്പിനേഷൻ ആയിരുന്ന സിസ്റ്റമാണ്. അതിനെ വിളിക്കുന്ന പേര് റിംഗ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. റിംഗ് സിസ്റ്റം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇതിനെ പറയുന്ന പേരാണ് മക്കളെ എന്ത്? റിംഗ് സിസ്റ്റം. വീഡിയോയിൽ യൂസ് ചെയ്യുന്ന ആ സർക്യൂട്ട് ഏതാണ്? പാരലൽ കോമ്പിനേഷൻ ആണ്. അതിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരിക്കലും സീരീസ് കോമ്പിനേഷൻ നമ്മൾ എന്ത് ചെയ്യാറില്ല, വീഡിയോകളിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. അതായത് ഇതിനകത്തുള്ള 3 ടൈപ്പ് ഓഫ് വയറാണ്. ഒന്ന് ലൈവ് വയർ എന്ന് പറയും. ലൈവ് വയർ ആണ് യൂസ് ചെയ്യുന്നത്. ലൈവ് വയർ അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേര് ഫേസ് എന്നാണ് കേട്ടോ. ഫേസ്. ലൈവ് വയർ ഉണ്ട്, ഈ പറഞ്ഞ ന്യൂട്രൽ വയർ ഉണ്ട്, ദെൻ ഒരു എർത്ത് വയർ ഉണ്ട്. ഈ 3 വയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോളൂ? ഒരു വീഡിയോയിൽ കണക്ഷൻ ഉള്ളൂ. ഇനി സേഫ്റ്റി മെഷേഴ്സ് സജസ്റ്റ് ഫ്യൂസ്, MCBs എല്ലാം നമ്മൾ വീഡിയോയിൽ യൂസ് ചെയ്യും. എന്തിനാണ്? ഓവർലോഡിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു കറണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ കറണ്ടിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആ ഫ്യൂസ് എന്നുള്ള ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഓർത്തോണം, നമ്മളെ ഫ്യൂസ് എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഈ ഫ്യൂസ് ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു ദി ഫേസ് ലൈൻ. ഫേസ് ലൈനിലോ അല്ലെങ്കിൽ ലൈവ് വയറിലോ മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളൂ? ഫ്യൂസ് യൂസ് ചെയ്യത്തുള്ളൂ. കാരണം ന്യൂട്രലിനകത്തും എർത്തിനകത്തും എന്തില്ല? ന്യൂട്രലിലും എർത്തിലും നമ്മൾ എന്ത് ഫ്ലോ ചെയ്യുന്നില്ല? കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഫ്യൂസ് കൊടുത്തിട്ട് ഒന്നും ഒരു കാര്യമില്ല. ഫ്യൂസ് കൊടുത്തിട്ട് എവിടെ മാത്രമേ കൊടുക്കാവൂ? ഫേസിലോ അല്ലെങ്കിൽ ലൈവിലോ മാത്രമേ നമ്മൾ എന്ത് കൊടുക്കാൻ പാടുള്ളൂ? ഫ്യൂസ് കൊടുക്കാൻ പാടുള്ളൂ. ചിലപ്പം ഇതൊക്കെ തെറ്റിച്ചൊക്കെ ചോദിക്കാം കേട്ടോ. ന്യൂട്രലിനകത്ത് കൊണ്ടുവന്ന് ഫ്യൂസൊക്കെ കൊടുക്കുന്ന രീതിയിൽ ചോദിക്കുവാണെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. ന്യൂട്രലിനകത്ത് ഒരിക്കലും അല്ലെങ്കിൽ എർത്തിനകത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല? ഫ്യൂസ് കൊടുക്കില്ല. ഫ്യൂസ് കൊടുക്കുന്ന എപ്പോഴും എവിടെ ആയിരിക്കും? ഫേസിലായിരിക്കും. ദെൻ അടുത്ത സ്വിച്ച്. നമ്മളൊരു വീട്ടിലെ സ്വിച്ച് ഓർത്തോണം, സ്വിച്ച് ആണെങ്കിലും
ഫ്യൂസ് ആണെങ്കിലും ദേ ആർ ഓൾവേസ് കണക്റ്റഡ് ടു ദി ഫേസ് ലൈൻ. ഫേസ് ലൈനിൽ അല്ലെങ്കിൽ ലൈവ് ലൈനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫ്യൂസ് ആണെങ്കിലും സ്വിച്ച്. കാരണം സ്വിച്ച് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ വൈദ്യുതി ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം എന്നൊക്കെ ചിലർ തള്ളാറുണ്ട് അല്ലെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ വൈദ്യുതിയെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറഞ്ഞാൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ. ആ സ്വിച്ച് എന്ന് പറഞ്ഞാൽ കറണ്ടുള്ള ഒരു സർക്യൂട്ടിൽ കൂടെ അല്ലെങ്കിൽ കറണ്ടുള്ള ഒരു വയറിൽ അത് കണക്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഓർത്തോളം സ്വിച്ചസ് ആർ ഓൾവേസ് കണക്റ്റഡ് വിത്ത് ദി ഫേസ് വയർ അല്ലെങ്കിൽ ലൈവ് വയർ. അപ്പോൾ ഈ 2 പോയിന്റ്സ് ഫ്യൂസ് ആണെങ്കിലും ഈ പറഞ്ഞ സ്വിച്ച് ആണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത എർത്തിങ്. എർത്തിങ് എന്ന് പറഞ്ഞാൽ എർത്ത് ലൈൻ എപ്പോഴും കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? എർത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു എർത്ത് വയർ അല്ലെങ്കിൽ എർത്ത് എന്ന് പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു ഏതെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടെന്ന് വെച്ചാൽ, ഇവിടെ ഏതെങ്കിലും ഒരു ഡിവൈസ് ഉണ്ട്. അപ്പോൾ ആ ഡിവൈസിൽ മെറ്റാലിക് പാർട്ടുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടെന്ന് വെക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അയൺ ബോക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു മെറ്റാലിക് പാർട്ട് ഉണ്ടെന്ന് ചോദിക്കുക. അതാ ഇങ്ങനെ ഒരു ഇത് അയൺ ബോക്സ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മെറ്റാലിക് പാർട്ടിനകത്തോട്ട് ഇവിടുത്തെ ഒരു വയർ, ഒരു ലൈവ് വയർ വിട്ട് കിടക്കുമെന്ന് വിചാരിക്കും. അപ്പോൾ ആ മെറ്റാലിക് പാർട്ടിലോട്ട് നമ്മുടെ കൈ ഉണ്ടോ, ഞാൻ ഈ മെറ്റാലിക് പാർട്ടിലോട്ട് ഞാൻ വന്ന് പിടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്തുള്ള ഈ വിട്ട് കിടക്കുന്ന ഈ വയറിനകത്ത് ഇതിനകത്ത് ഫുള്ള് എന്തുണ്ട്, കറണ്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ കറണ്ടിൽ ഞാൻ കയറി പിടിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്യും, എൻ്റെ ദേഹത്തോട്ട് ആ കറണ്ട് ഫ്ലോ ചെയ്യും, എനിക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അതേ സമയത്ത് ഈ മെറ്റാലിക് പാർട്ട് ഞാൻ അങ്ങ് എർത്ത് ചെയ്യുമെന്ന് വിചാരിക്കും. മെറ്റാലിക് പാർട്ട് എർത്ത് ചെയ്യുവാണെങ്കിലുള്ള ഗുണം, ഏതെങ്കിലും വയറങ്ങ് വിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും, എർത്തിൽ കൂടി അങ്ങ് താഴെ പോകും. അപ്പം ഞാൻ പിടിക്കുവാണെങ്കിൽ എനിക്ക് ഷോക്ക് അടിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് കിട്ടുന്ന ഷോക്കിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പെരുപ്പ് വരത്തുള്ളൂ. അപ്പോൾ അതാണ് ഈ എർത്തിങ്ങിൻ്റെ പ്രത്യേകത കേട്ടോ. അതിനാണ് ഈ എർത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിൻ്റെ കണക്ഷൻ ഏറ്റവും വലിയ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ എർത്ത് എന്ന് പറയുമ്പോൾ 3 ഇതുണ്ട്, ഫേസ്, ന്യൂട്രല്, എർത്ത്, ഇങ്ങനെ 3 എണ്ണമാണ് ഇതുള്ളത്. അപ്പോൾ ഈ വലിയ വയറാണ് എന്തെന്ന് പറഞ്ഞാൽ എർത്ത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എർത്തിൻ്റെ കണക്ഷൻ എപ്പോഴും ലോങ് ആയിട്ടുള്ള, മീൻസ് നമ്മൾ ഇപ്പോൾ 3 പിന്നില്ലേ, അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് പിൻ എന്ന് പറയുന്നത് ലോങ് പിൻ ഏത് തന്നെയാണ്, എർത്ത് പിന്നാണ്. കാരണം നമ്മൾ ആദ്യം കണക്ട് ചെയ്യാൻ ആരെ വേണം, എർത്തിലോട്ടായിരിക്കും ആദ്യം കണക്ട് ചെയ്യേണ്ടത്. കാര്യം ഫസ്റ്റ് നമ്മുടെ സേഫ്റ്റിയാണ് എന്ത് ചെയ്യേണ്ടത്, എൻഷുർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് എന്ത് ചെയ്യും ആ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. കാരണം ആ സേഫ്റ്റി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം എർത്ത് വയർ ആയിരിക്കും ആദ്യം കണക്ട് ചെയ്യുന്നത്, എന്നിട്ടേ ഈ 2 ഫേസ് ന്യൂട്രലും കണക്ട് ആവത്തുള്ളൂ. അതുകൊണ്ടാണ് എർത്ത് വയർ എപ്പോഴും നീളം കൂട്ടി കൊടുത്തേക്കുന്നതിൻ്റെ റീസൺ അതാണ് കേട്ടോ. അപ്പോൾ അതാണ്. സോ എർത്ത് വയർ എവിടെയാണ് കണക്ട് ചെയ്യുന്നത്, ഓർത്തോണം, ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദി മെറ്റാലിക് പാർട്ട് ഓഫ് ദാറ്റ്. മെറ്റാലിക് പാർട്ടിലാണ്, ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മെറ്റാലിക് പാർട്ടിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ പറഞ്ഞ കണക്ക് എർത്ത് വയർ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയാണത്. ഇനി അടുത്ത ഫ്യൂസ് എന്ന് പറയുന്നൊരു സംഭവം. ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ പോലെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഫ്യൂസ് എന്ന് പറയുന്നത്. ഫ്യൂസ് എടുത്ത് പറയാൻ കാര്യം ഫ്യൂസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പുറത്തോണം ഫ്യൂസ് ഈസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് ദി ലൈവ് വയർ. ലൈവ് വയറുമായിട്ടാണ് അല്ലെങ്കിൽ ആ ഫേസ് വയറുമായിട്ടാണ് എന്ത് കണക്ട് ചെയ്തേക്കുന്നത്, ഫ്യൂസ് എല്ലായ്പ്പോഴും കണക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ഫ്യൂസ് വയറിന് അല്ലെങ്കിൽ ഫ്യൂസ് വർക്ക് ചെയ്യുന്ന ഏത് പ്രിൻസിപ്പിളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു വയറായിരിക്കും അല്ലേ, ഇതിനൊരു പർട്ടിക്കുലർ ആംബിയറേജ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് നമ്മൾ ആംബിയറേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ കറണ്ട്, കൂടുതൽ കറണ്ട് ഇവിടെ ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഹീറ്റ് കൂടുന്നതനുസരിച്ച് ഇതെന്ത് ചെയ്യും, ഇതങ്ങ് ബ്രേക്ക് ചെയ്യും. ഓർത്തോണം, ഇറ്റ് ഈസ് എ ഹൈ റെസിസ്റ്റൻറ്റ് ആൻഡ് ലോ മെൽറ്റിംഗ് പോയിന്റ് ഡിവൈസ് ആണ്. അതായത് ആ വയറിൻ്റെ പ്രത്യേകത അതിന് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും, അവന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അതിന് ലോ ആയിട്ട് വളരെ കുറച്ച് ചെറിയൊരു മെൽറ്റിംഗ് പോയിന്റ് അതിന് ഉണ്ടായിരിക്കത്തുള്ളൂ. കാരണം മെൽറ്റിംഗ് പോയിന്റ് കുറവെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചൂടടിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, അതങ്ങ് ഉരുകി പോകും എന്നാണ് എൻ്റെ മീനിങ് കേട്ടോ. സോ ഇറ്റ് ഈസ് ഹാവിങ് എ ഹൈ റെസിസ്റ്റൻസ് ആൻഡ് എ ലോ മെൽറ്റിംഗ് പോയിന്റ്. ചോദിച്ചിട്ടുണ്ട്, ഈ പോയിന്റ് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ലോ മെൽറ്റിംഗ് പോയിന്റ് എന്നുള്ള പോയിന്റ്. ആൻഡ് ഇതിന് ഏതാണ് യൂസ് ചെയ്യുന്നത്, ഏത് മെറ്റലാണ് നമ്മൾ അല്ലെങ്കിൽ ഏത് മെറ്റീരിയലാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, ഫ്യൂസ് വയറായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ വി ആർ യൂസിങ് ആൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ടിന്നിൻ്റെ ലെഡിൻ്റെ അലോയ്. ഇപ്പോൾ ടിൻ എന്ന് എഴുതിയാലും തെറ്റാണ്, ലെഡ് എന്ന് എഴുതിയാലും തെറ്റാണ്. ഇറ്റ് ഈസ് ആൻ അലോയ് ഓഫ് ടിൻ തന്നെ. ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയ് ആണ് ആരെന്ന് പറയുന്നത് ആക്ച്വലി ഈ പറഞ്ഞ കണക്ക് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഫ്യൂസ് വയറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ, വളരെ ലെങ്ത് ഉള്ള ഒരു ക്ലാസ് ആണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് മാക്സിമം നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും NCERT-യിലെ ഒരുപാട് പോയിന്റ്സും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിത് കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുള്ള കുറേ എക്സാമ്പിൾസ്, ഞങ്ങൾ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കുറേ എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് പ്രോബ്ലംസ് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക.
ഓക്കെ, സോ നെക്സ്റ്റ് അടുത്ത മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ എല്ലാവർക്കും താങ്ക് യു. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.